Om Shanti, good evening and Namaskaram. On behalf of the Brahma Kumaris Social Service Wing, I take this opportunity to heartily welcome each and every one of you. समाज सेवा प्रभाग ब्रह्मा कुमारीज की तरफ से हम आप सभी का बहुत दिल से, स्नेह से, प्यार से आपका स्वागत करते हैं. വളരെ സന്തോഷമുള്ള ദിവസമാണ് ഈ ഡിവൈൻ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് നിങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ക്യാമ്പയിനിലാണ് നടക്കുന്നത്. നേരത്തെ സൗമ്യ സിസ്റ്റർ പറഞ്ഞ മാതിരി ഈ ക്യാമ്പയിൻ്റെ പ്ലാനിങ് നമ്മൾ എപ്പോഴാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ ജൂലൈ 31, 2024 നമ്മുടെ വയനാട് ദുരന്തത്തിൻ്റെ സമയത്താണ്. നമ്മൾ ഈ ന്യൂസ് കേട്ടപാട് ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചാടി പിടിച്ചിട്ട് ചുരൽമലയും അവിടത്തേക്ക് എത്തിക്കഴിഞ്ഞിട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലോ എന്ന് സംശയമായിരുന്നു. വളരെ കൂടുതൽ മീഡിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പബ്ലിക് ആകെ മൊത്തം വെപ്രാളത്തിലായിരുന്നു. There was lot of political challenges that was happening there. അപ്പോൾ ആ സമയത്ത് ബ്രഹ്മകുമാരീസിൻ്റെ സോഷ്യൽ സർവീസ് വിങ്ങിൻ്റെ മീറ്റിങ്ങിൽ ഡിസൈഡ് ചെയ്തത് നമ്മൾ ഒരാഴ്ച ആരൊക്കെ ആത്മക്കൾ അവരുടെ ശരീരം വിട്ടത് അവർക്ക് വേണ്ടിയിട്ട് മനസ്സാ സേവ നമ്മൾ ചെയ്യാം. കുറച്ച് കാര്യങ്ങൾ സെറ്റിൽ ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഫിസിക്കലി ആയിട്ട് അവിടെ പോയിട്ട് എന്തെങ്കിലും നമുക്ക് സേവ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്യാം. ഒരു മാസം കഴിഞ്ഞിട്ട് വി കോൺടാക്റ്റഡ് ദ കാലിക്കറ്റ് ആൻഡ് ദ വയനാട് സെൻറ്റർ ഓഫ് ബ്രഹ്മ കുമാരീസ്. അവിടുത്തെ പൊളിറ്റിക്കൽ സ്പെക്ട്രമും സോഷ്യൽ സ്പെക്ട്രമായിട്ട് നമ്മൾ ടച്ചിൽ വന്നു. നമ്മൾ അവരുടെ പറഞ്ഞത് അവിടുത്തെ കുറേ ഫാമിലീസ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അവരുടെയൊക്കെ ആവശ്യം സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റൊക്കെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് സർവേ ചെയ്തിട്ട് അവർക്ക് എന്തൊക്കെ ആവശ്യങ്ങളില്ല അത് നമുക്ക് ലിസ്റ്റ് തരണം. നമ്മളൊരു ബഡ്ജറ്റ് നോക്കിയിട്ട് നമ്മൾ എത്രയൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്യാൻ നോക്കാം. ബിക്കോസ് ബ്രഹ്മകുമാരീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രോഗ്രാമും എല്ലാ പ്രോഗ്രാമും നമ്മൾ സൗജന്യമാണ്. നമ്മൾ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമ്മൾ യാതൊരു ഫീസ് ആരുടെടുത്തും വാങ്ങിക്കാറില്ല. ഈ സ്ഥാപനം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ സെൻറ്ററിൽ വരുന്ന കുട്ടികൾ അവരെ തന്നെ ധനം വെച്ചിട്ട് സേവ ചെയ്തിട്ടാണ്. അപ്പം നമുക്കൊരു ബഡ്ജറ്റ് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ എല്ലാ ലിമിറ്റേഷൻ നോക്കിയിട്ട് നമുക്ക് കുറേ ഫാമിലീസിൻ്റെ ലിസ്റ്റ് വന്നു. അങ്ങനെ നമ്മുടെ ക്യാമ്പയിൻ്റെ 5 പേര് ഡിസൈഡ് ചെയ്തു മൗണ്ട് അബൂന്ന് ഇവിടത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഏതായാലും ഇവിടെ വരുന്ന സ്ഥിതിക്ക് നമ്മൾ വിചാരിച്ച ഒരു ക്യാമ്പയിൻ ആയിട്ട് നമുക്ക് പോവാം. അപ്പം നമ്മുടെ ഈ നോർത്ത് കേരള, ദാറ്റ് ഇസ് ഫ്രം കൊച്ചിൻ ടു കണ്ണൂർ, നമ്മുടെ ബ്രഹ്മകുമാരീസിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പിൽ വരുന്നത് മൈസൂർ സബ് സോണിലാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ 1 December 2024 സൺഡേയിൽ കൊച്ചി വന്നിട്ട് നമ്മൾ ഇനോഗ്രേറ്റ് ചെയ്തു. പിന്നെ 2 ദിവസം കഴിഞ്ഞ് 3 ദിവസം അവിടെ സേവ ചെയ്തിട്ട് നമ്മൾ വി ഓൾ റീച്ച് കാലിക്കറ്റിൽ 2 ദിവസം സേവ ചെയ്തിട്ട് നമ്മുടെ മെയിൻ ഫോക്കസ് ആയിരുന്നു വയനാട്. ചുരൽമല മുണ്ടക്കൈ നമ്മൾ പോയി അവിടുത്തെ പെർമിഷൻ എടുത്തിട്ടാണ് നമ്മൾ പോയത്. അവിടെ എത്തിയിട്ട് ആ സ്ഥലം കണ്ടിട്ട് അവിടെ കുറേ മനസ്സുകൊണ്ട് നമ്മൾ നല്ല വൈബ്രേഷൻസ് കൊടുക്കാൻ ശ്രമിച്ചു. 8th December നമ്മളൊരു അവിടുത്തെ കുറേ ഫാമിലീസിന് അതിന് ആവശ്യപ്പെട്ട സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെയാണ് നമ്മൾ കണ്ണൂരേക്ക് എത്തുന്നത്. അപ്പം ഈ ഒരു ക്യാമ്പയിനിൽ ഒന്ന് എഫക്റ്റഡ് ആയ വിക്ടിംസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്തു. രണ്ടാമത്തെ കാര്യം, ഈ സമൂഹത്തിൽ കുറേ പേര് ഇൻകോഗ്നേറ്റോ ആയിട്ട് അജ്ഞാതനായിട്ട് കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് ഈ സോഷ്യൽ സർവീസ് എന്ന് പറഞ്ഞാൽ റോട്ടറി, ലയൺസ് ക്ലബ്, കുറേ NGOs മാത്രമല്ല, വി അക്നോളേജ് ദം. പക്ഷേ നമ്മുടെ കൺസെപ്റ്റിൽ ആരൊക്കെയാണ് ഈ സമൂഹത്തിൽ അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നു അതൊരു വലിയ സോഷ്യൽ സർവീസാണ്. ബാങ്കിൽ വർക്ക് ചെയ്യുന്നത്, ആർമിയിൽ വർക്ക് ചെയ്യുന്നത്, സിമ്പിളായ കൃഷിക്കനും. A farmer is also a social worker, right? വീട്ടിലെ ഒരു സാധാരണ ഗൃഹിണിയും ഒരു നല്ലൊരു സോഷ്യൽ വർക്കറാണ് ആണല്ലോ. നീ നാട്ടുകാരൊന്നും പറഞ്ഞില്ല, ആണോ? നന്നായിട്ടൊന്ന് കൈയടിച്ചാട്ടെ. പിന്നെ സോഷ്യൽ സർവീസ് പറഞ്ഞാൽ NGOs മാത്രമല്ല. സോ ദിസ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് ബ്രഹ്മകുമാരി സോഷ്യൽ സർവീസ്. അങ്ങനെ ഇന്ന് നമ്മൾ നിങ്ങളെല്ലാവരും വിളിച്ചത് വളരെ സ്നേഹത്തോട് ദ ബ്രഹ്മകുമാരീസ് വുഡ് ലവ് ടു അക്നോളേജ് യു, ഓണർ യു. It's a great pleasure to honor all of you. പക്ഷേ നമ്മുടെ ഈ തീം ഞാനൊരു കുറച്ച് സമയം വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറയാൻ ശ്രമിക്കാം. The main topic of today's this particular campaign is happy, healthy and harmonious society through spiritual empowerment.
ഞാൻ മൊത്തം ഇന്ത്യയിൽ ഈ സോഷ്യൽ സർവീസ് വിങ്ങിൻ്റെ പ്രോഗ്രാമിൽ പോകാറുണ്ട്. എപ്പോൾ ഞാൻ കേരളത്തിനൊരു ഉദാഹരണമാണ് ഞാൻ പറയാറില്ല. I will again tell a very wonderful story of Kerala which really inspired me and motivated me. It was on 7th August 2020. കോവിഡിൻ്റെ പീക്കിൻ്റെ സമയത്താണ്, എല്ലാവരും വീട്ടിൻ്റെ അകത്ത് ബന്ധിൻ്റെ സമയത്താണ്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു സ്കീം ലോഞ്ച് ചെയ്തു. പുറത്തിൽ എത്രയൊക്കെ ഭാരത്വാസി ഉള്ളത്, അവരെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു വന്ദേ ഭാരത് മിഷൻ അവർ പുറപ്പെട്ടു. അങ്ങനെ ഒരു എയർ ഇന്ത്യൻ്റെ ഫ്ലൈറ്റ് ആയിരുന്നു എയർ ഇന്ത്യ ഫ്ലൈറ്റ് 1344 ദുബായിൽ നിന്ന് പുറപ്പെട്ടു. ആൻഡ് ഇറ്റ്സ് ഡെസ്റ്റിനേഷൻ വാസ് കാലിക്കറ്റ്. വൈകുന്നേരം ഒരു 7:30 സമയത്താണ് ഇതിൻ്റെ ലാൻഡിങ് ടൈം കാണിച്ചത്. ആഗസ്റ്റ് 7 ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ഈ ഫ്ലൈറ്റ് കാലിക്കറ്റ് എയർ സ്ട്രിപ്പ് ടച്ച് ചെയ്ത പാട് അവർക്ക് എന്തോ കൺട്രോൾ കിട്ടിയിട്ടില്ല. ആൻഡ് ഇറ്റ് ഹാഡ് എ വെരി ഫെറ്റൽ ആക്സിഡൻറ്റ്. അതൊരു വലിയൊരു ആക്സിഡൻ്റ് ആയിട്ട് സംഭവിച്ചു. The accident നടന്നപാട് the district collector was in charge of the disaster management cell immediately activated the disaster management cell. എല്ലാ ഓഫീസേഴ്സും മീറ്റിംഗിലേക്ക് വന്നു. അപ്പോൾ ഓരോ ഇൻസ്ട്രക്ഷൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആംബുലൻസസ് അവിടെ എത്തണം, ഫയർ ഫൈറ്റിംഗ് മെഷീൻസ് എത്തണം, ഹോസ്പിറ്റൽസ് ആക്ടിവേറ്റ് ആവണം, ഡോക്ടേഴ്സ് നഴ്സസ് എല്ലാവരും എത്തണം. അപ്പോൾ ഈ മീറ്റിംഗിൻ്റെ സമയത്ത് ഒരു ഓഫീസർ കളക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, സർ വി ഹാവ് എ വെരി ബിഗ് ചാലഞ്ച്. എന്ത് ചാലഞ്ചാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, സർ മോർ ദാൻ 160 passengers are there with 5 crew members with 2 pilots. കുറേയൊക്കെ ഇഞ്ചേർഡ് ആണ്. നമുക്ക് ഇമ്മീഡിയറ്റ് റിപ്പോർട്ട് കിട്ടുന്നത്. ആംബുലൻസസ് ഉണ്ട്, ഹോസ്പിറ്റൽ ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്. നമുക്ക് ഏറ്റവും വലിയ ചാലഞ്ചാണ് സീരിയസ് ഷോർട്ടേജ് ഓഫ് ബ്ലഡ്. കോവിഡിൻ്റെ സമയത്ത് അതിന് ബ്ലഡിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. അപ്പം ബ്ലഡ് ബാങ്ക് നമ്മൾ ശേഖരിച്ച് വെച്ചില്ല. അപ്പോൾ കളക്ടർ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ഇമ്മീഡിയറ്റ്ലി പബ്ലിക് ഡൊമൈനിൽ ഫ്ലാഷ് ചെയ്യും ന്യൂസ്, ഇങ്ങനത്തെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ റിക്വസ്റ്റ് ചെയ്യാണ് പബ്ലിക്കിനടുത്ത്, നിങ്ങൾ ബ്ലഡ് ക്യാമ്പിൽ വന്നിട്ട് അല്ലെങ്കിൽ ബ്ലഡ് ഡൊണേഷൻ സെൻറ്ററിൽ വന്നിട്ട് നിങ്ങൾ 300 ml ബ്ലഡ് എന്തായാലും ശരി കൊടുക്കണം. അപ്പോൾ ഓഫീസർ ഇന്റർജെക്റ്റഡ് ആൻഡ് സെഡ്, സർ ദർ ഇസ് എ മേജർ പ്രോബ്ലം ആൻഡ് ദാറ്റ് ഇസ് എ പ്രോട്ടോകോൾ. സെൻട്രൽ ഗവൺമെൻറ് പ്രോട്ടോകോൾ ആയിരുന്നു. ആരൊക്കെ പബ്ലിക് ടച്ചിൽ വരുന്നത് അവരെന്തായാലും ശരി കമ്പൽസറി 7 days ക്വാറന്റൈൻ ആയിരുന്നു. അപ്പോൾ സാർ ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ എന്തായാലും ശരി പ്രോട്ടോകോൾ പറഞ്ഞേ പറ്റൂ. അപ്പോൾ പറഞ്ഞൊരു കാര്യം ചെയ്ത് ഫ്ലാഷ് ചെയ്യും, നമുക്ക് ബ്ലഡിന് ആവശ്യമുണ്ട്, നിങ്ങൾ എന്തായാലും ശരി വരണം. പക്ഷെ ആരെങ്കിലും പബ്ലിക് കോൺടാക്റ്റിൽ വരുന്നുണ്ടെങ്കിൽ 300 ml ബ്ലഡ് കൊടുത്ത പാട് നിങ്ങൾ കമ്പൽസറി ക്വാറന്റൈനിൽ പോകേണ്ടി വരും, മിനിമം 7 ദിവസം. അപ്പോൾ ഓഫീസർ പറഞ്ഞു, സാർ ഇങ്ങനെ നമ്മൾ അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യപ്പെട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല. അപ്പോൾ കളക്ടർ പറഞ്ഞു, വി കനോട്ട് ചേഞ്ച് ദ പ്രോട്ടോകോൾ. ഇങ്ങനത്തെ ന്യൂസ് ഫ്ലാഷ് ചെയ്യും. ഈ മീൻവൈൽ ഞാൻ സെൻട്രൽ ഗവൺമെൻറ് അടുത്ത് ഡൽഹി സംസാരിച്ചിട്ട് പ്രോട്ടോകോളിന് ഒരു സ്പെഷ്യൽ കേസ് പറഞ്ഞിട്ട് കുറച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാം. ഒരു 8:05 എല്ലാ ന്യൂസ് ചാനലിൽ ഫ്ലാഷ് ആവാൻ തുടങ്ങി. എല്ലാ മീഡിയ റിപ്പോർട്ടേഴ്സിനൊക്കെ വളരെ കൂടുതൽ ഒരു ആകാംക്ഷ ആയിരുന്നു, ആൾക്കാർ വരുമോ ഇല്ലോ. ബൈ 8:50 അത് മലപ്പുറം, കോഴിക്കോട്, വയനാട് എല്ലാ ഹോസ്പിറ്റൽ വേറെവർ ദർ വാസ് എ ബ്ലഡ് ഡൊണേഷൻ, ബ്ലഡിൻ്റെ ഒരു ശേഖരം ചെയ്യേണ്ട ഫെസിലിറ്റി ഉണ്ടായിരുന്നു. ദർ വാസ് എ ഹ്യൂജ് ക്യൂ. ഭയങ്കര മഴയായിരുന്നു. കണൽ സാർ ക്ലാപ്പ് ചെയ്യുന്നുണ്ട്, എല്ലാവരും ഒന്ന് ക്ലാപ്പ് ചെയ്തോട്ടെ. ദർ വാസ് എ ഹ്യൂജ് ക്യൂ. അപ്പോൾ ഈ മാധ്യമ റിപ്പോർട്ടർ എല്ലാവരുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ആർ യു അവെയർ, നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി ക്വാറന്റൈൻ പോകേണ്ടി വരും. യെസ് വി ആർ അവെയർ. വീണ്ടും നിങ്ങൾ ബ്ലഡ് കൊടുക്കുന്നുണ്ടോ? യെസ്, നമ്മൾ എന്താ വെച്ചാൽ അതിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നില്ല. പിറ്റേ ദിവസം ഇന്ത്യൻ എക്സ്പ്രസിന് ഞാനൊരു റിപ്പോർട്ട് വായിച്ചു. ആ ഫുൾ ഫോട്ടോ ഉണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് കാലിക്കറ്റ് എയർപ്ലെയിൻ്റെ ക്രാഷ്, പിറ്റേ രണ്ടാമത്തെ ഫോട്ടോ ഞാൻ കണ്ടത് കുറേ ആൾക്കാർ ഇങ്ങനെ ലൈനിൽ കൊടയൊക്കെ എടുത്തിട്ട് നിൽക്കുന്ന ആ ദൃശ്യം. ആ റിപ്പോർട്ടർ വളരെ നല്ലൊരു കാര്യം പറഞ്ഞായിരുന്നു. ആൻഡ് ഇറ്റ് റിയലി ടച്ച്ഡ് മൈ ഹാർട്ട്. ഇംഗ്ലീഷിൽ എഴുതിയത്, ആഫ്റ്റർ ദിസ് ആക്സിഡൻറ്റ് ദ ലോങ് ക്യൂ ഓഫ് ദ പീപ്പിൾ told us, communicated a very powerful message, and the message was humanity and divinity is still existing in an individual. മാനവത്തെയും ദൈവത്വവും ഉള്ളിൽ നമ്മുടെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടെന്ന ആ ഒരു അർത്ഥം നമുക്ക് മനസ്സിലായി. പക്ഷെ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റിപ്പോർട്ടിന്റെ വളരെ നല്ലതായിരുന്നു. അവർ ആ റിപ്പോർട്ടിനെ വൈൻഡപ്പ് എങ്ങനെയാ ചെയ്തത് അറിയോ? He wrote in English, should we wait for another disaster to activate the divinity and the humanity within us? ഇനി വേറൊരു ദുരന്തത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തു നിൽക്കണോ? നമ്മുടെ ഉള്ളിലെ ആ ദൈവത്വത്തിനെ പുറത്ത് എടുക്കാൻ വേണ്ടിയിട്ട്. That is called a spiritual empowerment. Please understand there is a difference between religion and spirituality. ഭയങ്കര കൂടുതൽ വ്യത്യാസമുണ്ട്.
100% ഡിഫറൻസ്, ഒരു 360 ഡിഫറൻസ് ആണ് റിലീജിയനും സ്പിരിച്വാലിറ്റിയും. ബ്രഹ്മകുമാരീസ് എങ്ങനെയാണ് സ്പിരിച്വൽ എംപവർമെന്റ് ചെയ്യുന്നത്? There was one very great scientist, very intelligent scientist. ആ സയന്റിസ്റ്റിന്റെ പേരാണ് സർ ആൽബർട്ട് ഐൻസ്റ്റീൻ. അവരുടെ IQ പറയുന്നത് 155 155 IQ. എൻ്റെ ബോംബെ IIT കുട്ടികളുടെ IQ is 105+. അതായത് ഐൻസ്റ്റീൻ നമ്മളെ കാട്ടിയൊക്കെ കുറച്ച് ബുദ്ധിമാനാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഐൻസ്റ്റീൻ വർഷങ്ങൾ മുമ്പ് ഒരു നല്ലൊരു ഡയലോഗ് പറഞ്ഞായിരുന്നു. അവർ പറഞ്ഞത്, if I have got 1 hour to save this planet Earth, I would spend 55 minutes analyzing the problem and only 5 minutes to get on to the solution. അതായത് മൊത്തം ലോകത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 60 മിനിറ്റ് ഉണ്ടെങ്കിൽ 55 മിനിറ്റ് എന്തുകൊണ്ട് ആ പ്രോബ്ലം സംഭവിച്ചത് അത് ഞാൻ അനലൈസ് ചെയ്യും. 5 മിനിറ്റ് മാത്രമേ ഞാൻ സൊല്യൂഷനിലേക്ക് കടക്കുള്ളൂ. ദാറ്റ് വാസ് ഐൻസ്റ്റീൻ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഐൻസ്റ്റീൻ പറയുന്നത്, നോ പ്രോബ്ലം ക്യാൻ ബി സോൾവ്ഡ് ഫ്രം ദ സെയിം കോൺഷ്യസ്നെസ് ദാറ്റ് യു ക്രിയേറ്റഡ് ഇറ്റ്. ഏതെങ്കിലും പ്രോബ്ലം, ഹാർഡ്വെയറിൽ ഒരു പ്രോബ്ലം കാണുന്നുണ്ടെങ്കിൽ അതിന് കാരണമാണ് സോഫ്റ്റ്വെയർ. കോൺഷ്യസ്നെസ് വളരെ നമ്മുടെ മനസ്സിന്റെ സ്ഥിതിയാണ്. ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. അപ്പോൾ പ്രോബ്ലത്തിന് നമ്മുടെ മനസ്സിന്റെ സ്ഥിതിയാണ് അതിന് റെസ്പോൺസിബിൾ. അതേ മനസ്സിന്റെ അവസ്ഥ വെച്ചിട്ട് നമുക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റില്ല അന്ന് ഐൻസ്റ്റീൻ പറഞ്ഞത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്പിരിച്വൽ എംപവർമെന്റ് ബിഗിൻസ് വിത്ത് മേക്കിംഗ് അവർ മൈൻഡ് എ വെരി ഗുഡ് ഫ്രണ്ട്. നമ്മുടെ മനസ്സിനെ നമ്മൾ നല്ലൊരു ഫ്രണ്ടാക്കി മാറ്റണം. റൈറ്റ്? ഇംഗ്ലീഷിൽ ഒരു നല്ലൊരു ചൊല്ലുണ്ട്, where your mind goes, attention goes. Where your attention goes. ഞാൻ മാത്രം പറയില്ല, നിങ്ങളൊന്ന് എൻ്റെ ഒരുമിച്ച് പറയാം. ഓക്കെ, എല്ലാവരും പറയാം. where, ഒച്ചൊന്ന് പറയാം, എൻ്റെ പേടിപ്പിക്കല്ല, കുറച്ച് സ്നേഹത്തോട് പറയാം. where mind goes, attention goes. Where attention goes, energy flows. Where energy flows, dash dash. എന്ത് ഡാഷ് ഡാഷ്? എൻ്റെ അമ്മേ, കേരള ഗോഡ്സ് ഓൺ കൺട്രി, ഭയങ്കര ബുദ്ധിമാൻ കൺട്രി ആണെന്ന് പറഞ്ഞത് ഈ 3 പേര് വന്നത്. താങ്ക് ഗോഡ് ഇവർക്ക് മലയാളം ഒന്നും മനസ്സിലാവില്ല, രക്ഷപ്പെട്ടു. വീരേന്ദ്രഭായി हमारे केरला वाले लोग बड़े बुद्धिमान, 100% लिटरेसी, स्वच्छता चालू होता है अल्ले. हाँ, where energy flows എന്ത് ലൈഫ് ഗ്രോസ്. എവിടെയാണ് ഊർജം എത്തുന്നത് അതേമാതിരി നമ്മുടെ ജീവിതം മുന്നോട്ടേക്ക് വരും. അതേമാതിരി നമ്മുടെ ജീവിത ശൈലിയായിരിക്കും. ഹെൽത്ത് ഒരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റാണ്. ഡോക്ടേഴ്സ് എപ്പം പറയാറുണ്ട്, more than 85% diseases are psychosomatic. This is when I'm not ease with myself, I start inviting diseases. Yes, psychosomatic. സൈക്കി എന്ന് പറഞ്ഞാൽ മനസ്സാണ്, സോമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരമാണ്. റൈറ്റ്? നിങ്ങളെല്ലാവരും പല സോഷ്യൽ ലീഡേഴ്സ് ഒക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ സർവീസ് ഓൾസോ മാനേജ്മെന്റ്. നമ്മുടെ പ്രധാനമന്ത്രി ആയാലും ശരി, മുഖ്യമന്ത്രി ആയാലും ശരി, നിങ്ങളെല്ലാവരും ചെയ്യുന്ന മാനേജ്മെന്റ് ആണ്. വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ എൻ്റെ മുംബൈയിലെ MBA കുട്ടികളടുത്ത് ചോദിച്ചായിരുന്നു, ഹൗ ഡു യു ഡിഫൈൻ മാനേജ്മെന്റ്? അപ്പോൾ ഒരു കുട്ടി എണീച്ചിട്ട് പറഞ്ഞു, സർ മാനേജ്മെന്റ് ഈസ് മാനേജിങ് മെൻ ആൻഡ് വിമൻ, ഹ്യൂമൻ റിസോഴ്സസ്, മെറ്റീരിയൽ, money, machinery, methodology. But this 5M can only be managed when we're able to manage the 6th M. ആറാമത്തെ M ആണ് നമ്മുടെ മനസ്സ്. I asked my Mumbai students, LKG മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ എത്ര ശതമാനം സിലബസ് നിങ്ങളുടെ മനസ്സിനെ പറ്റി പഠിക്കുകയാണ്? എൻ്റെ മുംബൈയിലെ കുട്ടി വളരെ നല്ല കുട്ടി, പുഞ്ചിരിയോടെ ഒരു കുട്ടി പറയാണ്, സർ ഔട്ട് ഓഫ് സിലബസ് സർ 1 month के बारे में नहीं पढ़ाते, फिर क्या पढ़ते और क्या पढ़ाते हैं? What are we learning and what are we teaching? It's something that we need to question, right? ഞാൻ പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണ്. I was the first student of Government Engineering College കണ്ണൂർ, പുതിയ ക്യാമ്പസ് മാങ്ങാട് പറഞ്ഞു. ഞാൻ ആദ്യത്തെ ബാച്ച് സ്റ്റുഡൻ്റ് ആണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് I went to Mumbai. എനിക്ക് നല്ലൊരു ജോലി കിട്ടായിരുന്നു, ഡിസൈൻ എഞ്ചിനീയർ ഇൻ മുംബൈ. അപ്പോൾ മുംബൈ എത്തിയിട്ട് നല്ല ജോലി കിട്ടിയിട്ട് ഞാൻ വിചാരിക്കും ഇനി ഞാൻ വളരെ ഹാപ്പി ആയിരിക്കും. ആദ്യം വളരെ സന്തോഷത്തോടെ ഡിസൈൻ എഞ്ചിനീയർ എന്ന് പറഞ്ഞൊരു ഫാക്ടറിയിൽ കയറി. നല്ല ഓഫീസാണ്, AC ഓഫീസ്. ഭയങ്കര സന്തോഷത്തോടെ ജോലി കിട്ടി. എന്നെ കാട്ടി എൻ്റെ അച്ഛന് സന്തോഷമായിരുന്നു. ഏതായാലും മകൻ രക്ഷപ്പെട്ടല്ലോ.
അവിടെ എത്തിയപാട് ഭയങ്കര സന്തോഷത്തോടെ എത്തിയപാട് ഞാൻ കാണുന്നത് എല്ലാ ഓഫീസിലെ ആൾക്കാർ പറയുന്നത് സ്വാമിനാഥൻ അഭി ക്യൂ ആയ ഹം തോ ജാനെ കാ സോച്ച് രഹേ और आप आ गए यहाँ पर. ഞാൻ എൻ്റെ അമ്മ ഇത്രയൊക്കെ പഠിച്ചത് ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണല്ലോ, ഇതിൻ്റെയൊക്കെ അവസ്ഥ എന്തോ എൻ്റെ മനസ്സിനൊരു ഷോർട്ട് സർക്യൂട്ട് നടക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ബിക്കോസ് ഐ സോ ഓൾ അൺഹാപ്പി പീപ്പിൾ അറൗണ്ട് മീ. ട്രാഫിക് ഒരു കാരണമാവാം, അവിടുത്തെ പൊല്യൂഷനും പോപ്പുലേഷനും ഒരു കാരണമാവാം. അങ്ങനെയാണ് 1998 I was invited to a scientist engineers conference at Mount Abu. Mumbai. It is an overnight journey. 3 ദിവസം പ്രോഗ്രാം ആയിരുന്നു. പിന്നെ ബ്രഹ്മകുമാരീസിന്റെ നല്ലൊരു സംസ്കാരം, എല്ലാം ഫ്രീ ആണ്. ഫ്രീ ആയിട്ട് അവിടെ താമസം, ഭക്ഷണം, ആരും പോവാത്തത്. ഞാൻ അവിടെ പോയി. അവിടെ എത്തിയിട്ടാണ് എനിക്ക് മനസ്സിലായത് the missing dimension was spirituality. സയൻസിനെ പറ്റിയൊക്കെ നമ്മൾ കുറേ പഠിച്ചു, എഞ്ചിനീയറിംഗിനെ പറ്റി കുറേ പഠിച്ചു. ബട്ട് ഫോർ us spirituality is out of syllabus. ആ 3 ദിവസം അവിടെ നിന്നിട്ട് I had a very wonderful change in my life. അങ്ങനെ ഞാൻ അവിടുന്ന് മുംബൈ യൂണിവേഴ്സിറ്റി ജോയിൻ ചെയ്തു. അങ്ങനെ അത് ഷിഫ്റ്റ് ചെയ്ത് I went to psychology, I went to counseling, I came to yoga. And some years before I had a chance to do my PhD in emotional and quantum intelligence. ഭാവങ്ങളുടെ ബുദ്ധിമത്ത. ക്വാണ്ടം എന്ന് പറഞ്ഞാൽ എനർജിയാണ്. Where our mind goes, attention goes. Where attention goes, energy flows. ഊർജ്ജമാണ്. Spirituality is all connected with urja. It is nothing to do with matter. It is a transcendence of matter to energy. ഇതെന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് അറിയോ? ഞാൻ ഒരു സമയത്ത് I was invited to the Tata Memorial Cancer Hospital. സൗത്ത് ഏഷ്യൻ ഏറ്റവും ബെസ്റ്റ് ഹോസ്പിറ്റലാണ്. ദേശം വിദേശത്ത് കുറേ ആൾക്കാർ, പാവപ്പെട്ട ആൾക്കാർ അവിടെ പോകാറുണ്ട്. താങ്ക്സ് ടു ദ സോഷ്യൽ സർവീസ് ഓഫ് JRD ടാറ്റ ആൻഡ് രത്തൻ ടാറ്റ. കുറേ പാവപ്പെട്ട ആൾക്കാർ അവിടെ ഫ്രീ ആയിട്ട് അവിടെ ടെസ്റ്റിംഗ് ആണ്. നല്ല ബെസ്റ്റ് ഡോക്ടേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഓഡിറ്റോറിയത്തിൽ പോയിട്ട് ആദ്യം ചോദിച്ചത് ഇതാണ്, വൈ ഡു പീപ്പിൾ ഗെറ്റ് ക്യാൻസർ? വല്ല ഡോക്ടേഴ്സ് പറഞ്ഞു, സർ സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, ആൽക്കഹോൾ, ഡ്രഗ്സ്. പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞു ഇപ്പം എല്ലാം ഭക്ഷണത്തിൽ നമ്മൾ പെസ്റ്റിസൈഡ്സ് ആഡ് ചെയ്യാണ്, മൊബൈൽ യൂസ് ചെയ്യാണ്, പൊല്യൂഷൻ ആണ്, മാനസിക സമ്മർദ്ദം, സംഘർഷം. ഐ വാസ് പ്രിപ്പയർഡ് ഫോർ ഓൾ ദീസ് ആൻസേഴ്സ്. എല്ലാ ആൻസേഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഐ അപ്രീഷിയേറ്റ് ഓൾ യുവർ ആൻസേഴ്സ് ഡിയർ ഡോക്ടേഴ്സ്. പക്ഷെ ഈ കോൺഫറൻസ് ഹാളിൽ വരുന്ന മുമ്പ് ഞാൻ നിങ്ങളുടെ വാർഡിൽ ചക്കർ അടിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് യു ഹാവ് ഡെസിഗ്നേറ്റഡ് എ വാർഡ് വിച്ച് ഇസ് കോൾഡ് എസ് എ ചിൽഡ്രൻസ് വാർഡ്. ചിൽഡ്രൻസ് വാർഡിൽ ഞാൻ പോയി. 2 മാസത്തെ കുട്ടി സഫറിംഗ് ഫ്രം ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ബ്ലഡ് ക്യാൻസർ. സർ, ഐ ക്യാൻ ബി സ്മോക്കർ, ഞാൻ ഡ്രിങ്ക് ചെയ്യുന്നുണ്ടാവും, എനിക്ക് മാനസിക സമ്മർദ്ദം, സംഘർഷം ഉണ്ടാവും, ഞാൻ കഴിക്കുന്ന ഭക്ഷണം ചിലപ്പോൾ കുറേ പെസ്റ്റിസൈഡ്സ് ഉണ്ടാവും. ബട്ട് 2-month baby is suffering from last stage of blood cancer. Sir, why? I appreciate Dr. N. Agarwal, radiation department, HOD. അവരെ എണീച്ചിട്ട് പറഞ്ഞു, സ്വാമിനാഥൻ, we are still in the process of discovery. ആ ഒരു വിനയം എനിക്ക് വളരെ കൂടുതൽ ടച്ച് ചെയ്തു. വി ഷുഡ് ബി ഓപ്പൺ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഞാനൊരു പ്രാവശ്യം ഒരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഒരു അമ്മ വന്നു, ഒരു ചെറിയ കുട്ടീനെ കയ്യിൽ കൊണ്ടുവന്നവരോട് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, സ്വാമിജി ഇസ് ബച്ചി കോ ടീക്ക് കർ ദോ. അപ്പോൾ ഞാൻ അടുത്തിട്ട് പറഞ്ഞു, ഇസ് ബച്ചി കോ ക്യാ ഹുവാ, വാട്ട് ഹാപ്പൻ ടു ദിസ് ഗേൾ? നല്ല ചെറുബിൻ ഫേസ്, പുഞ്ചിലുള്ള കുട്ടിയായിരുന്നു. അപ്പം പറഞ്ഞു, ഷീ ഈസ് സഫറിംഗ് ഫ്രം CP. എനിക്ക് മറ്റേ ഞാൻ CP ആയിരുന്നു, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ആണ്. ഈ CP എന്ന് പറഞ്ഞാൽ मतलब इसको क्या हुआ? बोला इसको CP हुआ है. मैं कहा CP मतलब? बोला सेरिब्रल पैलेसी. ആദ്യത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ കേൾക്കുന്നത്, വാട്ട് ഈസ് സെറിബ്രൽ പാലസി. ഞാൻ പറഞ്ഞു, इससे क्या होता है? അപ്പോൾ പറഞ്ഞു, കുട്ടി അനങ്ങാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, डॉक्टर्स ने क्या कहा? അപ്പോൾ പറഞ്ഞു, डॉक्टर्स अगर कुछ कहते थे तो मैं आपके पास क्यों आती थी? ഞാൻ എന്തിനാ നിങ്ങളുടെ വരുന്നത്? ഞാൻ പറഞ്ഞു, मेरे पास क्यों आए? അപ്പോൾ പറഞ്ഞു, എൻ്റെ വീട്ടിൻ്റെ അയൽക്കാരി അവർ പറയാറുണ്ട്, ഒരു സ്വാമിജി ഉണ്ട് എല്ലാ കുട്ടികളും ശരിയാക്കൊണ്ട്, സ്വാമിജി ഈ കുട്ടി को ठीक कर दो. ഞാൻ പറഞ്ഞു, नो स्वामीजी, आई एम स्वामीनाथन, born in Tamil Nadu, മലയാളി. नहीं स्वामीजी ऐसा नहीं बोलो, उसको ठीक कर दो. അപ്പോൾ കുട്ടീനെ നോക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു, മമ്മ मैं इस बच्चे के लिए प्रार्थना करूँगा, आई प्रे फॉर योर बेबी. വളരെ സ്നേഹത്തോട് ദൃഷ്ടി കൊടുത്തിട്ട് ആ കുട്ടീനെ ഞാൻ അവരുടെ മടിയിൽ കൊടുത്തു. വീട്ടിലെത്തിയപാട് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു, വാട്ട് ഈസ് സെറിബ്രൽ പാലസി. സെറിബ്രൽ പാലസി, ഓട്ടിസം, ഡിസ്ലെക്സിയ, ഡൗൺ സിൻഡ്രോം, സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി, so much of terrific problems. And today I'm very, very happy. ഞാനും എൻ്റെ ടീം working in the Department of Mind Body Medicine, we have been able to get that answer. Right? എന്തിനാ അത് സംഭവിച്ചത്?
എൻ്റെ 2 PhD കഴിഞ്ഞിട്ട് ഇപ്പം മൂന്നാമത്തെ എൻ്റെ 2 കുട്ടികൾ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടുമോറോ ഫ്രം 2 to 3:30 ഐ ഗോട്ട് മൈ സെഷൻ at JSS മെഡിക്കൽ കോളേജ് മൈസൂർ. കുറേ MBBS MD കുട്ടികളുണ്ട്. പക്ഷെ അവരുടെ ഡയറക്ടർ ഞാൻ പറഞ്ഞു, ഐ വിൽ ഓൺലി ഇന്ററാക്ട് വിത്ത് യുവർ എംബ്രിയോളജി ആൻഡ് ഹ്യൂമൻ ജനറ്റിക് കുട്ടികൾ. MBBS ഓർത്തോ എന്നാ ന്യൂറോ എല്ലാവരും കാർഡിയോ എല്ലാവരും ഞാൻ അക്നോളേജ് ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് ഐ വിൽ ബി ഇന്ററാക്ടിങ് ഓൺലി വിത്ത് എംബ്രിയോളജിസ്റ്റ് ആൻഡ് ദോസ് ഡോക്ടേഴ്സ് ഹു ആർ സ്റ്റഡിങ് ഇൻ ഹ്യൂമൻ ജനറ്റിക്സ്, DNA. വാട്ട് വി തിങ്ക് ക്യാൻ ചേഞ്ച് അവർ DNA, റൈറ്റ്? അതിന് വേണ്ടിയിട്ട് സ്പിരിച്വൽ എംപവർമെൻറ്റ് വളരെ അത്യാവശ്യമാണ്. സമയം കുറവാണ്. ഞാനൊരു 5 പോയിന്റ് വെച്ചിട്ട് ഈ എന്താണ് സ്പിരിച്വൽ എംപവർമെൻറ്റ് എന്ന് പറഞ്ഞത്. പക്ഷെ അത് തുടങ്ങുന്ന മുമ്പ് സ്പിരിച്വൽ എംപവർമെൻറ്റ് ഇസ് ആക്ച്വലി ടു ഡു വിത്ത് മെഡിറ്റേഷൻ. ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ യോഗ ആൻഡ് മെഡിറ്റേഷൻ. യോഗ ഇസ് എ ഫിസിക്കൽ എക്സസൈസ്. എല്ലാ ദിവസവും ഞാൻ യോഗ ചെയ്യാറുണ്ട്. ഐ അക്നോളേജ് യോഗ, പ്രാണായാം, യോഗാസനം. 2014 യുണൈറ്റഡ് നേഷൻസ് ഡിക്ലെയർ ചെയ്ത ജൂൺ 21 ഇന്റർനാഷണൽ യോഗ ഡേ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു പ്രോട്ടോകോൾ റിലീസ് ചെയ്തു. 21 മിനിറ്റ് 28 മിനിറ്റ് എല്ലാവരും യോഗാസനം ചെയ്യണം, പ്രാണായാമം ചെയ്യണം. എനിക്ക് ഓർമ്മയുണ്ട്, ആ സമയത്ത് നമ്മുടെ ബ്രഹ്മകുമാരീസ് ബീങ് പ്രൊജക്ട് പാർട്ട്ണർ വിത്ത് മിനിസ്ട്രി ഫോർ ആയുഷ്, ഡൽഹി ഒരു മീറ്റിംഗിൽ നമ്മൾ അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ചിട്ട് മിനിസ്ട്രി ഓഫ് ആയുഷിനടുത്ത് ചോദിച്ചു, നിങ്ങൾ യോഗാസനം പ്രാണായാമം ചെയ്യുന്നത് ബിക്കോസ് യു വാണ്ട് പീപ്പിൾ ടു ബി ഹെൽത്തി, ആരോഗ്യവാനായിരിക്കണം? യെസ്. പിന്നെ ഞാൻ അവർക്ക് ചോദിച്ചു, ബട്ട് സർ, ഭാരതത്തിലും പല സ്ഥലത്തും കുറേ കുട്ടികളുണ്ട്, ദിവ്യാംഗുള്ള കുട്ടികൾ, അവർക്ക് അനങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ്. സർ, ഈ പ്രോട്ടോകോളിൽ നിന്ന് പറയാം ഏത് എക്സസൈസാണ് എൻ്റെ ദിവ്യാംഗ കുട്ടികൾ ചെയ്യേണ്ടത്? അപ്പൊ ആ ഓഫീസർ എണീച്ചിട്ട് പറഞ്ഞു, ഡോക്ടറായിരുന്നു, MBBS MD. അവർ പറഞ്ഞു, സ്വാമി ഭായ് ആപ്പോ ക്യാ കേന? ഞാൻ പറഞ്ഞു, സർ റൈറ്റ്, ആരൊക്കെയാണ് ഇപ്പം സ്വാമി ഭായ്ക്ക് ആരോഗ്യവാനാണെങ്കിൽ ഞാൻ എണീച്ചിട്ട് പ്രാണായാമം യോഗാസനം ചെയ്യണം, റൈറ്റ്? പക്ഷെ ഒരു കുട്ടി ആരാണ് ഫിസിക്കൽ എക്സസൈസ് ചെയ്യാൻ പറ്റാത്തത്? അവർ മനസ്സിന്റെ എക്സസൈസ് ചെയ്യണം. ദ എക്സസൈസ് ഫോർ ദ മൈൻഡ് ഈസ് മെഡിറ്റേഷൻ. ആരോഗ്യവാനാവാൻ വേണ്ടിയിട്ട് ശരീരം ഭയങ്കര കൂടുതൽ മൂവ്മെന്റ് ആയിരിക്കണം, മനസ്സ് സ്ഥിരമായിരിക്കണം. ദ ബോഡി ഷുഡ് ഗിവ് മൂവ്മെന്റ്, ദ മൈൻഡ് ഷുഡ് ബി സ്റ്റിൽ. പക്ഷെ ഇന്നത്തെ കുട്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. നമ്മുടെ കുട്ടികൾ ഫുൾ ടൈം ലാപ്ടോപ്പിന് മുന്നിൽ ഇരുന്നുകൊണ്ടിരിക്കും, മനസ്സ് പിന്നെ അടിച്ചുകൊണ്ടിരിക്കും. ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ അഡിക്ഷൻ സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, ഗുഡ്ക, ഡ്രഗ്സ് അല്ല. ഏറ്റവും വലിയ അഡിക്ഷൻ ഞാനും കൊണ്ടുവന്നിട്ടുണ്ട്, മൊബൈൽ ഫോൺ. ഏറ്റവും വലിയ അഡിക്ഷൻ. ദേ കുട്ടിക്ക് എന്തോ സന്തോഷം കൈവരിക്കുവാണ്, നല്ല കുട്ടിയാണല്ലോ, ഇതിൻ്റെ അച്ഛനമ്മ ടീച്ചേഴ്സ് എന്തൊരു സൗഭാഗ്യശാലി കുട്ടികൾ. നിങ്ങൾ എപ്പോഴും മുംബൈ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ 2 സ്ഥലത്ത് നിങ്ങൾ കൊണ്ടുപോകാം. വൺ ഈസ് മോർ ദാൻ 100 years മുംബൈ യൂണിവേഴ്സിറ്റി, വൺ ദ ബെസ്റ്റ് IIT ബോംബെ. അവിടെ പോയിട്ട് കാഴ്ച കാണാം. 99.99% എൻ്റെ കുട്ടികൾ ഫുൾ ടൈം മൊബൈൽ ഫോൺ. തൽപ്പരമിന്റെ കേരളത്തിലെ കുട്ടികളുടെ അവസ്ഥ എന്താണ്? നാട്ടുകാരൊന്നും പറഞ്ഞില്ലല്ലോ. കുട്ടികൾ വിട്, അച്ഛനമ്മേന്റെ അവസ്ഥ ഞാനൊക്കെ കാണുന്നുണ്ട്. വരുന്ന കാലഘട്ടത്തിൽ നമ്മളുടെ കുട്ടിയൊക്കെ ഉറക്കം വരിക. സ്ലീപ്പ്, മെയിൻ ആയിട്ട് സ്ലീപ്പ്. സ്ലീപ്പ് വന്നിട്ടില്ലെങ്കിൽ ആൻസൈറ്റി വരും, ആൻസൈറ്റി വന്നിട്ടില്ലെങ്കിൽ ഡിപ്രഷൻ വരും, ഡിപ്രഷൻ വരുന്നുണ്ടെങ്കിൽ സൂസൈഡൽ ടെൻഡൻസീസ്. 100% ലിറ്ററസിയിലെ നമ്മുടെ കേരള വൺ ഓഫ് ദ ടോപ്പ് മോസ്റ്റ് 3 states having maximum number of suicide cases. പഠിപ്പുണ്ട്, വിവരമുണ്ട്, പൊളിറ്റിക്കൽ അക്യുമൻ ഉണ്ട്, പക്ഷേ റൈറ്റ്. ഞാൻ അപ്പം ആ ആയുഷ് മിനിസ്റ്ററിൽ പറയുമ്പോൾ ഓഫീസർ എണീച്ചിട്ട് പറഞ്ഞു, സർ ശരീര എക്സസൈസ് तो वो नहीं कर सकते, लेकिन ഭാരതത്തിലും പുറത്തും കുറെ കുട്ടികളുണ്ട് മനസ്സിന് കംസോറായ കുട്ടികൾ, അവർ നിങ്ങളുടെ മനസ്സിന്റെ എക്സസൈസ് എങ്ങനെ ചെയ്യാൻ പറ്റും? ഞാൻ ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദ ക്വസ്റ്റ്യൻ. താങ്ക് യു വെരി മച്ച്. ഞാൻ പറഞ്ഞു, ശരീരത്തിന് ആരോഗ്യത്തിന് വേണ്ടിയിട്ട് സ്വാമിഭായ് പ്രാണായാമം യോഗാസനം ചെയ്യണം, എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു കുട്ടി മനസ്സിന് കുറച്ച് വീക്ക് ആയിട്ടുണ്ടെങ്കിൽ അച്ഛനമ്മ മെഡിറ്റേഷൻ ചെയ്തിട്ട് വളരെ സ്നേഹത്തോട് ആ കുട്ടീൻ്റെ അടുത്ത് ആലിംഗനം ചെയ്യണം. ഇറ്റ്സ് എ ഫ്ലോ ഓഫ് എനർജി. ക്വാണ്ടം മെക്കാനിക്സ് ആണ്. 2022 3 സയന്റിസ്റ്റിനാണ് ക്വാണ്ടം മെക്കാനിക്സിൽ നോബൽ പ്രൈസ് കിട്ടിയത്. ക്വാണ്ടം എൻടാങ്കിൾമെന്റ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ക്വാണ്ടം ടെലിപ്പോർട്ടേഷൻ. എന്താണ് ക്വാണ്ടം എന്നറിയോ? 2 ഫോട്ടോൺസ് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ ഒരു ഫോട്ടോണിനെ ഇവിടെ വെക്കുക, രണ്ടാമത്തെ ഫോട്ടോൺ ലോകത്തിൽ എവിടെ വെച്ചിട്ടുണ്ടെങ്കിലും
ഈ ഫോട്ടോൺ എന്ത് ഫ്രീക്വൻസിയിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്, ആ ഫോട്ടോൺ അതേ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യും. ജഡമാണ് ഫോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോൺ ആറ്റം ഒക്കെ. നമ്മൾ നിന്ന് ഭാവങ്ങളുള്ള ആൾക്കാരാണ്. ഇവിടെ നിന്നിട്ട് നമ്മൾ എന്ത് ഭാവമാണ് ചെയ്യുന്നത്? നിങ്ങളുടെ കുട്ടികളും നിങ്ങളുടെ പേരക്കുട്ടികളും ലോകത്തിൽ എവിടെ ഉണ്ടെങ്കിലും നിങ്ങളുടെ ഈ ഭാവം ഓട്ടോമാറ്റിക്കലി അവിടെ എത്തും. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുടെ കുട്ടികളും പേരക്കുട്ടികളും എപ്പം ഹാപ്പി ആയിരിക്കണം? അവരൊന്ന് കൈപ്പൊക്കാട്ടെ. സർ പത്മശ്രീ സർ ഒന്ന് കൈപ്പൊക്കാം. ഹലോ, കുറച്ച് പുഞ്ചിരിയോട് കൈപ്പൊക്കാൻ മാത്രമേ കുട്ടികൾക്കും പേരക്കുട്ടിക്കും സന്തോഷം വരും. ഒന്ന് പുഞ്ചിരിയോട് കൈപ്പൊക്ക്. വെരി ഗുഡ്. ഇപ്പൊ ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ? യെസ്. പിന്നെ ജൂൺ 21 ഇന്റർനാഷണൽ യോഗ ഡേ ഉണ്ട്. പക്ഷെ 3 ദിവസം മുമ്പ് നിങ്ങൾ ബ്രേക്കിംഗ് ന്യൂസ് കേട്ടിട്ടുണ്ടാവില്ലോ എന്ന് അറിയില്ല. 3 days before the United Nations declared June 21 ഇന്റർനാഷണൽ യോഗ ഡേ. 3 ദിവസം അവർ ഡിക്ലെയർ ചെയ്തത് December 21 as a United Nations World Meditation Day. ഒന്ന് കയ്യടിക്ക് യുണൈറ്റഡ് നേഷൻസ്. നിങ്ങൾ വിശ്വസിക്കുന്നോ ഇല്ലോ അത് നിങ്ങളെ, ഇറ്റ്സ് എ പേഴ്സണൽ ഫ്രീഡം. വി ആർ നോട്ട് ഗോയിങ് ടു ഫോഴ്സ് യു. പക്ഷെ യുണൈറ്റഡ് നേഷൻസ് ഹസ് ഡിക്ലെയർഡ്. ഇനി ലാസ്റ്റ് ചോദ്യം പറഞ്ഞിട്ട് ഞാൻ 5 പോയിന്റ് വെച്ചിട്ട് ഞാൻ തീർക്കാം. എത്ര ചെറിയ കുട്ടികളെ സ്വാമി ഭായ് മെഡിറ്റേഷൻ പഠിപ്പിക്കുന്നുണ്ടാവും? ഒന്ന് ഗസ് ചെയ്യും. എൻ്റെ അമ്മയെ നോക്കി പഠിപ്പിക്കണ്ട എന്ന് ചോദ്യം ചോദിച്ചാൽ ഞാൻ ഗസ് ചെയ്യും. നമ്മുടെ കുട്ടികളുടെ അതേ സംസ്കാരം. എത്ര ചെറിയ കുട്ടികളെ സ്വാമി ഭായ് മെഡിറ്റേഷൻ പഠിപ്പിക്കുന്നുണ്ടാവും? എത്ര? 3000 years ആണ്. എത്ര ചെറിയ കുട്ടികൾ? ഏജ് എന്തെങ്കിലും പറ. 3. എന്ത് 3? ആരാ പറഞ്ഞ 3? യൂണിറ്റ് ഇല്ലാത്ത ആരാ 3? 3 years, 3 എന്ത് 3 months, 3 days, 3 weeks, എന്ത് 3? 3 years. വെരി ഗുഡ്. എപ്പി സ്റ്റാർട്ട് ചെയ്തോളൂ. കുറച്ച് പെട്ടെന്ന് താഴെ 3 years താഴെ വരും. പെട്ടെന്ന് വരൂ, സമയമില്ല. എന്ത് 0? വാവ് സർ, താങ്ക് യു വെരി മച്ച്. രാമകൃഷ്ണ സർ പെർട്ടിക്കുലർലി കറക്റ്റ്. ഞാൻ പഠിപ്പിക്കുന്ന മെഡിറ്റേഷൻ when the child is in the mother's womb. അമ്മേൻ്റെ ഗർഭത്തിലാണ് ശരിക്കും എഡ്യൂക്കേഷൻ നടക്കേണ്ടത്. And one of my PhD thesis is this: development and validation of holistic educational modules for expectant mothers. So we are perfectly on the line, right? And എൻ്റെ വളരെ സന്തോഷമുള്ള ദിവസമായിരുന്നു. That was in October 2014. സെറിബ്രൽ പാലസിൻ്റെ ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ they invited me. അവിടെയാണ് ഞാൻ പറഞ്ഞത് ഭാരതത്തിലെ പഴയ സംസ്കാരമായിരുന്നു. അമ്മേൻ്റെ ഗർഭത്തിലാണ് ആ കുട്ടീനെ എല്ലാം പഠിപ്പിക്കുന്നത്. ഇപ്പം മെഡിക്കൽ സയൻസ് അത് എപ്പിജെനറ്റിക് റീസൺസ് ഒക്കെ പറയുന്നത്. അപ്പം ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ഇറ്റ്. അപ്പം സ്പിരിച്വൽ എംപവർമെൻറ്റിന് വേണ്ടിയിട്ട് 5 സിമ്പിൾ കാര്യം പറഞ്ഞിട്ട് ഞാൻ മൈൻഡ് ചെയ്യാം. നിങ്ങളെല്ലാവരും ജ്ഞാനദീപത്തിൽ വന്നിട്ടുണ്ടല്ലോ. ഏറ്റവും വലിയ എനർജി പ്രകാശമാണ്. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്താൽ ബൾബ് കിട്ടും. പക്ഷെ ആ സ്വിച്ച് ബൾബിലേക്ക് ഒരു എനർജി ഇലക്ട്രോൺസ് ഫ്ലോ ആവുന്നുണ്ട്. ഇറ്റ് ഗോസ് ടു എ സർക്യൂട്ട് ഡയഗ്രം. എവിടുന്ന ഈ പ്രകാശം കിട്ടുന്ന അറിയോ? റൈറ്റ്. ഇറ്റ് ഈസ് അടുത്ത ഒരു ട്രാൻസ്ഫോമർ ഉണ്ടാവും. ട്രാൻസ്ഫോമർ ഒന്നെങ്കിൽ എനർജി സ്റ്റെപ്പ് അപ്പ് ചെയ്യും, അല്ലെങ്കിൽ എനർജി സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. ട്രാൻസ്ഫോമറിന് എനർജി എവിടുന്നാണ് കിട്ടുന്നത്? അത് കിട്ടുന്നത് അടുത്ത ഏതെങ്കിലും പവർ സ്റ്റേഷൻ ആയിരിക്കും. പവർ സ്റ്റേഷൻ എനർജി എവിടുന്നാണ് കിട്ടുന്നത്? സ്രോതത്തിന്. ദ സോഴ്സ് ഓഫ് എനർജി. അത് ഹൈഡ്രോളിക് ആവാം, ന്യൂമാറ്റിക് ആവാം, ഇലക്ട്രിക്കൽ ആവാം, തെർമൽ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. എനർജി ഫ്ലോസ്. സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ ബൾബ് കത്തുന്നു. ദർ ഇസ് എ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ്. റൈറ്റ്. നമുക്ക് ഈ പ്രകാശത്തിനെ കാണാൻ പറ്റും. ഈ പ്രകാശം വെച്ച് എനിക്ക് നിങ്ങളെ കാണാൻ പറ്റും. പക്ഷെ നോ വൺ എവർ ഹാവ് സീൻ ദ ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് നമുക്ക് ഈ കണ്ണു വെച്ചിട്ട് കാണാൻ പറ്റില്ല. അപ്പൊ ജ്ഞാനദീപത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ 5 ലൈറ്റിന്റെ കാര്യമാണ് നിങ്ങൾക്ക് പറയുന്നത്. ഫസ്റ്റ്, മനസ്സിനെ എവിടെയാണ് കൊണ്ടുപോകേണ്ടത്? ഫസ്റ്റ് ആൻഡ് ദ ഫോർമോസ്റ്റ് ഈസ് ബി ലൈറ്റ്. ബി ലൈറ്റ്. ഈ മനസ്സിനെ വളരെ സ്നേഹത്തോട് ആദ്യം നമ്മൾ കൊണ്ടുവരുന്നത് ആ പവർ സ്റ്റേഷൻ. മനസ്സെന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമറാണ്. നമ്മൾ നല്ല സങ്കല്പം ചെയ്തിട്ടുണ്ടെങ്കിൽ എനർജി സ്റ്റെപ്പ് ആവും. മോശമായ സങ്കല്പം ചെയ്തിട്ട് 100% എനർജി സ്റ്റെപ്പ് ഡൗൺ ആവും. അപ്പൊ ഈ മനസ്സിനെ നല്ലൊരു സുഹൃത്താക്കിയിട്ട് ആദ്യം ഈ മനസ്സിനെ പിടിച്ചിട്ട് വളരെ സ്നേഹത്തോട് പിടിച്ചിട്ട് നമ്മൾ കൊണ്ടുവരുന്നത് ആ പവർ സ്റ്റേഷനാണ്. അതാണ് ബി ലൈറ്റ്. പവർ സ്റ്റേഷൻ, ദ സെൽഫ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. എഡ്യൂക്കേഷനിൽ പറയുന്ന സോക്രട്ടീസ് ഒരു വലിയ ഫിലോസഫർ ആയിരുന്നു. വർഷങ്ങൾ മുമ്പ് പറഞ്ഞ ഒരു കാര്യമായിരുന്നു, ടു നോ തൈ സെൽഫ് ഇസ് എഡ്യൂക്കേഷൻ. റൈറ്റ്. ഞാൻ ആരാണ്? സ്വാമി വിവേകാനന്ദ രാമകൃഷ്ണ ഗുരുജിനടുത്ത് പോയി വാതിലിൽ തട്ടി,
അപ്പൊ രാമകൃഷ്ണ ഗുരുജി ഉള്ളിൽ നിന്ന് ചോദിച്ചു, ആ കോൺ ഹേ? അപ്പൊ സ്വാമി വിവേകാനന്ദ പറഞ്ഞു, വഹി ജാനനെ കെ ലിയെ मैं आपके पास आया हूं. അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത്. നമ്മൾ കുട്ടികളുടെ പറഞ്ഞുകൊണ്ടിരിക്കും, യു ഷുഡ് ഹാവ് ലോട്ട് ഓഫ് സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് മോട്ടിവേഷൻ. പക്ഷെ സെൽഫ് എന്താണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല. നിങ്ങൾ എല്ലാവരും പറയാം, സെൽഫ് കോൺഫിഡൻസിന്റെ മലയാളം ട്രാൻസ്ലേഷൻ എന്താണ്? ആത്മവിശ്വാസം. ഡ്രോപ്പ് എ ലൈൻ ഫ്രം ഹിയർ, ഡ്രോപ്പ് എ ലൈൻ ഫ്രം ഹിയർ, മീറ്റിംഗ് പോയിന്റ്. ഹൈപ്പോതലമസ് ഗ്ലാൻഡും പിറ്റ്യൂട്ടറി ഗ്ലാൻഡും നടുക്കൊരു പോയിന്റ് ഓഫ് ലൈറ്റ്. അതിന് ആത്മാവ് എന്ന് പറയും, സോൾ എന്ന് പറയും, റൂഹ് എന്ന് പറയും. ഫിസിക്സ് ഭാഷയിൽ അത് ഊർജ, എനർജി എന്ന് പറയും. ക്വാണ്ടം മെക്കാനിക്സ് അതിന് ക്വാണ്ട എന്ന് പറയും. പോയിന്റ് ഓഫ് ലൈറ്റ്, പോയിന്റ് ഓഫ് എനർജി. ഒരാൾ നടന്നുകൊണ്ട് പോവാണ്, പെട്ടെന്ന് ഒരു ആക്സിഡന്റ് സംഭവിക്കണം. അവരെ പിടിച്ചിട്ട് എല്ലാ നാട്ടുകാരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരും. ഡോക്ടേഴ്സ് അവരെ വാർഡ് ബോയ് എന്ന് പറയും, ബ്രിങ് ദ പേഷ്യന്റ് ഇൻ. പേഷ്യന്റ് ഓപ്പറേറ്റ് ചെയ്യും, അൺഫോർച്ചുനേറ്റ്ലി ബ്രോട്ട് ലേറ്റ് ഈസ് ഡെഡ്. അപ്പോൾ ഡോക്ടേഴ്സ് വാർഡ് ബോയിനെ വിളിച്ച് എന്താ പറയുന്നത്? ടേക്ക് ദ ബോഡി ഔട്ട്. വരുന്ന സമയത്ത് പേഷ്യന്റ്, പോകുന്ന സമയത്ത് ബോഡി. ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ എ പേഷ്യന്റ് ആൻഡ് എ ബോഡി. അതുകൊണ്ടാണ് ഐൻസ്റ്റീൻ പറഞ്ഞത്, ഷിഫ്റ്റ് ഓഫ് കോൺഷ്യസ്നെസ് ഫ്രം മാറ്റർ. ഇത് മാറ്റർ ആണ്. ഷിഫ്റ്റ് ഓഫ് കോൺഷ്യസ്നെസ് ടു ദാറ്റ് എനർജി. ഒരു സെക്കൻഡ് മാത്രം മതി. നിങ്ങളുടെ തിലകം ചാർക്കണോ ഇല്ലോ അത് നിങ്ങളുടെ ചോയ്സ് ആണ്. പക്ഷെ ഒരു സെക്കൻഡ് മനസ്സിന് ഇവിടെ വന്നിട്ട് 1 second ഇറ്റ് വിൽ ടേക്ക്. നമ്മുടെ പവർ സ്റ്റേഷൻ ആക്ടിവേറ്റ്, വേർ അറ്റൻഷൻ ഗോസ് എനർജി ഫ്ലോസ്. ഒരു സെക്കൻഡ് മനസ്സിന്. അപ്പൊ ഈ മനസ്സിനെ ഇവിടത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ട്രെയിനിങ് ആവശ്യമുണ്ട്. സൈക്കിളും കാർ ഓടിക്കുന്ന സമയത്ത് ഒരാഴ്ചത്തെ ട്രെയിനിങ് നമ്മളൊക്കെ ചെയ്യും. പക്ഷെ മനസ്സിന് ഇവിടത്തേക്ക് കൊണ്ടുവരേണ്ടത് നമുക്ക് യാതൊരു ട്രെയിനിങ് കിട്ടിയില്ല. റൈറ്റ്? ആൻഡ് ദാറ്റ്സ് വാട്ട് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോഷ്യൽ സർവീസിൽ ഈ കൺസെപ്റ്റ് അറിയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പ്രാവശ്യം നിങ്ങൾ റോഡിൽ പോയിക്കൊണ്ടിരിക്കണം, പെട്ടെന്ന് ഒരു ആക്സിഡന്റ് കാണുന്നതാണ്. സാധാരണ എല്ലാ നാട്ടുകാരും എണീച്ചിട്ട് നോക്കും എന്താ സംഭവിച്ചത്. അപ്പോൾ ആ കാർ ടോട്ടലി ഡാമേജ്ഡ്. അപ്പോൾ അകത്ത് നോക്കുമ്പോഴത്തേക്ക് ഡ്രൈവർ. അപ്പോൾ നാട്ടുകാരൊക്കെ കൂടിയിട്ട് ആ ഡോറൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഡ്രൈവറിനെ പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഡ്രൈവർ വളരെ പുഞ്ചിരിക്കും, തീക്കും എന്ന് പറഞ്ഞിട്ട് പുറത്ത് വരികയാണ്. 2 ഓപ്ഷൻസ് എടുത്ത് പറയണം. ഫസ്റ്റ് ഓപ്ഷൻ, ആ മൊത്തം കാർ ഡാമേജ് ആയി, അതിന് നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാവാം, അല്ലെങ്കിൽ ഡ്രൈവർ വളരെ സുരക്ഷിതമാണ്, അതിന് സന്തോഷം ഉണ്ടാവുക. ഫസ്റ്റ് ഓർ സെക്കൻഡ്, വിച്ച് ഇസ് ദ റൈറ്റ് ഓപ്ഷൻ? കുറച്ച് വെച്ചിട്ട് പറയാം. സെക്കൻഡ്. ആ കാർ വീണ്ടും നമുക്ക് വാങ്ങിക്കാൻ ഇൻഷുറൻസ് ഉണ്ടാവും, പക്ഷെ ഡ്രൈവർ സുരക്ഷിതമാണ്. അതേമാതിരി സ്പിരിച്വാലിറ്റി പറയുന്നത് ഈ ശരീരം ഒരു വാഹനമാണ്, ഇതിന് ഡ്രൈവർ ആ ചൈതന്യമായ ഊർജയാണ്, ശക്തിയാണ്. കാർക്ക് റിക്വയർമെന്റ് ഇസ് ഡിഫറെന്റ്, ഡ്രൈവറിന്റെ റിക്വയർമെന്റ് ഡിഫറെന്റ് ആണ്. ഈ ശരീരത്തിന്റെ കാറിന്റെ റിക്വയർമെന്റ് എന്താണ്? പഴയ കാലത്ത് ഹിന്ദിയിലെ ഒരു ഹിന്ദി ഫിലിം ഉണ്ടായിരുന്നു, അതിന്റെ പേരായിരുന്നു റോട്ടി കപ്പട ഓർ. എന്താ നല്ല നോളജാണ്. അതെ, റോട്ടി കപ്പട ഓർ മക്കാൻ. മുംബൈയിലെ കുട്ടികളുടെ ചോദിച്ചു. അപ്പോൾ ഒരു കുട്ടി എണീച്ച് പറയാം, സർ ഇത് പുറാണ സിലബസ് है सर, आप नया सिलेबस बताइए. अब कुटी पर सर रोटी कपड़ा मकान और मोबाइल सर. അപ്പോൾ ശരീരം മൊബൈലാണ്. ഇന്ന് നിങ്ങളുടെ ഒരുമിച്ച് ഞാൻ ഇവിടെ ഉണ്ട്, നാളെ ഞാൻ മൈസൂർ, 2 ദിവസം മൈസൂർ. 16th I will fly to Rawat Bhat Atomic Power Station. 3 ദിവസം അവിടെ അറ്റോമിക് സയന്റിസ്റ്റ് അടുത്ത് എൻ്റെ ക്ലാസ് ഉണ്ട്. അറ്റോമിക് സയന്റിസ്റ്റ് അടുത്ത് പല സ്ഥലത്തെ അറ്റോമിക് സ്റ്റേഷനിൽ ഞാൻ പോയിട്ട് ഐ ഹാവ് ട്രാവൽഡ് ഓൾ ദി അറ്റോമിക് പവർ സ്റ്റേഷൻസ് ഇൻ ദ കൺട്രി. അറ്റോമിക് സയന്റിസ്റ്റോട് ചോദിക്കാറുണ്ട്, ഹാവ് യു എവർ സീൻ ആൻ ആറ്റം? ദ ആൻസർ ഇസ് നോ. അപ്പൊ ശരീരത്തിന്റെ റിക്വയർമെന്റ്, വാഹനത്തിന്റെ റിക്വയർമെന്റ് റോട്ടി കപ്പട ഓർ മക്കാൻ ആണ്. പക്ഷെ ആത്മാവിന്റെ റിക്വയർമെന്റ് എന്താണ്? ചില അമ്മമാരെന്നെ വിളിച്ചിട്ട് പറയും, മൈ സൺ ഈസ് സഫറിംഗ് ഫ്രം ഡിപ്രഷൻ. അപ്പൊ ഞാൻ അവരത് ചോദിക്കും, നിങ്ങൾ ഡോക്ടറാണോ? അല്ല. then how are you giving a certificate? ഡിപ്രഷൻ ഒരു ക്ലിനിക്കൽ കേസാണ്, റൈറ്റ്? അല്ലല്ല, കുറെ സിംറ്റംസ് ആ കാണുന്നത്. എന്താ സിംറ്റംസ്? ആരും സംസാരിക്കൂല, റൈറ്റ്? ഫുൾ ടൈം റൂമിന്റെ അകത്തായിരിക്കും, മുഖം ഭയങ്കര ഡിപ്രഷൻ, ഭയങ്കര യാതൊരു പുഞ്ചിരിയില്ല. ഞാൻ പറഞ്ഞു, ഓക്കെ, സിംറ്റംസ് ആർ ഗുഡ്. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അവർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവർ അറിയാണ്ട് അവരുടെ വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം. എന്തുകൊണ്ടാണ്? ഞാൻ ജസ്റ്റ് ഡോണ്ട് ടെൽ, ജസ്റ്റ് ഗിവ് ദ വീഡിയോ. 80% യൂത്ത് സഫറിംഗ് ഫ്രം ഡിപ്രഷൻ. ആ വീഡിയോയിൽ എന്താ കാണുക? ഭയങ്കര ആർത്തിയായിട്ട് ഭക്ഷണം കഴിക്കുന്നു, നിർത്തൂല. 10 ചപ്പാത്തി 20 ചപ്പാത്തി സാമ്പാറും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. ആ കുട്ടീൻ്റെ യാതൊരു തെറ്റില്ല. ഈ പവർ സ്റ്റേഷനിൽ പവർ ഇല്ല, സന്തോഷമില്ല. അവർ എവിടുന്നാണ് സന്തോഷം കൂടുന്നത്? ഈ ഭക്ഷണത്തോട്. ഫുഡ് ബിക്കംസ് എൻ അഡിക്ഷൻ. റോട്ടി കപ്പട. കുറേ അമ്മമാര് പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ പറ്റി എന്താ പറയുക, നാട്ടിൽ തന്നെ പെണ്ണുങ്ങളുണ്ട്.
കുറെ മുംബൈന്റെ ഞാൻ അമ്മമാരെ കണ്ടിട്ടുണ്ട്, ഫുൾ ടൈം ഷോപ്പിംഗ് ആയിരിക്കും. ഇതും വാങ്ങിക്കും, അതും വാങ്ങിക്കും, ഇതും വാങ്ങിക്കും, മൊത്തം 5-8 കപ്പോട് ഫുൾ ഡ്രസ്സാണ്. എന്തുകൊണ്ടാണ് പുഞ്ചിരിക്കുന്നത്? കുറെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട്. ഷോപ്പിംഗ് ഈസ് ഓൾസോ ആൻ അഡിക്ഷൻ. സന്തോഷം വേണം, കിട്ടുന്നില്ല. റോട്ടി കപ്പട മക്കാണ് നമ്മൾ തേടുന്നത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കിയത് ഡിഫറൻസ് ബിറ്റ്വീൻ മാറ്റർ ആൻഡ് എനർജി. അപ്പൊ എന്ത് ചെയ്യണം? ബീങ് ലൈറ്റ്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിന് ഹൽക്കപ്പനാണ്. നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു ലൈറ്റാണ്. അപ്പൊ എല്ലാ ദിവസം എണീക്കണം. സ്പിരിച്വൽ എംപവർമെന്റിന് വേണ്ടിയിട്ട് നമ്മുടെ മുഖം നമ്മൾ കണ്ടുകൊണ്ടിരുന്നിട്ട് വളരെ സ്നേഹത്തോടെ ഡയലോഗ് പറയണം. എല്ലാവരും പറ, ഐ. ഒച്ചത്ത് പറ, അങ്ങനെ പേടിപ്പിക്കല്ല, സ്നേഹത്തോടെ പറ, ഐ. और प्यार भरो, I am a twinkle twinkle. आगे बोलो, നമ്മൾ തിളങ്ങുന്ന ഒരു നക്ഷത്രമാണ്. ഇറ്റ് ഈസ് എ റിയാലിറ്റി ഓഫ് ലൈഫ്. നിങ്ങൾക്ക് ആത്മാവിനെ പറ്റി നിങ്ങൾ വിശ്വസിക്കണോ ഇല്ലോ നിങ്ങളുടെ ചോയ്സ് ആണ്. കുറച്ച് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കിട്ടും, നിങ്ങൾ എല്ലാവരും അനുമോദിക്കും. ഓക്കെ, ഭക്ഷണം കഴിച്ച് പറഞ്ഞു ഈ ബ്രഹ്മകുമാരി ആത്മാത്മാക്ക് എന്നും പറഞ്ഞോളി പറഞ്ഞു. ദാറ്റ്സ് യുവർ ചോയ്സ്. പക്ഷെ പ്രകൃതി നമുക്ക് ആരോഗ്യത്തിന് വേണ്ടി നല്ലൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. എന്താണെന്ന് അറിയോ? ഉറക്കം, സ്ലീപ്പ്. ഡീപ് സ്റ്റേറ്റ് ഓഫ് സ്ലീപ്പില് നമ്മുടെ മനസ്സ് ശാന്തമായ മനസ്സാണ്. ഡെൽറ്റ സ്ലീപ്പ്, മനസ്സ് ഈസ് 1 to 2 സൈക്കിൾ ഫ്രീക്വൻസി പെർ സെക്കൻഡ്. ആ ഡീപ് സ്ലീപ്പിൽ എന്താ സംഭവിക്കുന്നതോ നമ്മളെല്ലാം മറക്കും. എൻ്റെ പേര്, എൻ്റെ പോസ്റ്റ്, പൊസിഷൻ, ഡെസിഗ്നേഷൻ, ക്വാളിഫിക്കേഷൻ, കാസ്റ്റ്, ക്രീഡ്, ജെൻഡർ, റിലീജിയൻ. We are into that energy level. Orkam is one of the greatest gift, right? ഇനി ഓർക്കം ഇത്ര നല്ല ഗിഫ്റ്റ് ഉണ്ടെങ്കിൽ ബ്രഹ്മകുമാരീസ് എന്തിനാ രാവിലെ എണീച്ചിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ പറയുന്നത്? കരാട്ടമാർക്ക് സൊല്ലി കൂട്ടം വെച്ചിട്ട് ഉറങ്ങാലോ. ഉറക്കത്തിൽ നമ്മുടെ ശരീരം മനസ്സിന് വിശ്രാമം കിട്ടുന്നുണ്ട്. പക്ഷെ ഉറക്കത്തിൽ നമ്മുടെ പേടി, ഭയം, ക്രോധം ഇത് പോകാൻ പോകുന്നില്ല. Therefore you have to bring it to a state of meditation. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണോ വേണ്ടോ, ഇറ്റ്സ് യുവർ ചോയ്സ്. പക്ഷെ നെറ്റ്ഫ്ലിക്സിന്റെ സിഇഒയുടെ അടുത്ത് ഒരാൾ ചോദിച്ചു, ഹൂ ഇസ് യുവർ ഗ്രേറ്റസ്റ്റ് കോമ്പറ്റീറ്റർ? സിഇഒ പറഞ്ഞത്, ദ ഗ്രേറ്റസ്റ്റ് കോമ്പറ്റീറ്റർ ഓഫ് നെറ്റ്ഫ്ലിക്സ് ഈസ് സ്ലീപ്പ്. ഇനി ഇന്ന് വീട്ടിൽ പോയിട്ട് നിങ്ങൾ കുട്ടികളുടെ അടുത്ത് മെഡിറ്റേഷൻ ചെയ്യണമെന്ന് പറയാൻ പാടില്ല. ഒരു ദിവസം 5 മണിക്ക് പെട്ടെന്ന് മകൻ എണീക്കുവാണ്. അപ്പൊ നോക്കുമ്പോഴത്തേക്ക് അച്ഛൻ്റെ റൂമിൽ ലൈറ്റ് ഉണ്ട്. അച്ഛൻ ഈ സമയത്ത് എന്താ ചെയ്യണം? അച്ഛൻ is sitting in deep state of silence doing meditation. That is important. ഞാൻ ഇന്നും എൻ്റെ PhD കുട്ടികൾക്ക് മെഡിറ്റേഷൻ പഠിക്കണം എന്ന് പറയാറില്ല. ബട്ട് ഞാൻ ക്ലാസ്സിൽ കയറിയിട്ട് ആദ്യം 3 മിനിറ്റ് ഞാൻ സൈലൻസിലിരിക്കും. ഞാൻ എൻ്റെ സ്റ്റുഡൻസ് അടുത്ത് പറയാറുണ്ട്, റിസർച്ച് എന്ന് പറഞ്ഞാൽ പുതിയ കാര്യങ്ങൾ തേടുവാണ്. മനസ്സ് റിലാക്സ് ആയിട്ടുണ്ടെങ്കിൽ you will not be able to complete your thesis. And it is new for me also. ഞാൻ ഗൈഡാണ്, പക്ഷെ ഒരു പുതിയ കാര്യമാണ് നമ്മളൊക്കെ പോകുന്നത്. That is important. Being light. Number 2 is feel light. Feeling, ഭാവങ്ങൾ വരണം. ആത്മാവിന്റെ സ്വധർമ്മം. ശരീരത്തിന് ധർമ്മത്തിൽ നമ്മളെ അടിപിടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആത്മാവിന്റെ സ്വധർമ്മം ശാന്തസ്വരൂപം, പ്രേമസ്വരൂപം, ആനന്ദസ്വരൂപമാണ്. This is important. Russia is fighting with Ukraine. NATO, non-NATO. Okay, ഭാരതത്തിൽ കേരള is fighting with തമിഴ്നാട്, കേരള is fighting with കർണാടക. ഓക്കെ, സമയമില്ല. നമുക്ക് കേരളത്തിന്റെ താല്പര്യമുണ്ട്. ഒരു ഫാമിലി യൂണിറ്റ് ആയിട്ട് നമുക്ക് നോക്കാം. 1 യൂണിറ്റ്, സെയിം കാസ്റ്റ്, സെയിം ക്രീഡ്, സെയിം റിലീജിയൻ, സെയിം കൺട്രി, സെയിം സ്റ്റേറ്റ്, സെയിം ബ്ലഡ് ഗ്രൂപ്പ് ഓൾസോ. അപ്പൊ വീടിനകത്ത് സ്വർഗം ജന്നത്തായിരിക്കണമല്ലോ. ഏറ്റവും അടിപിടി കൂടുന്നത് നമ്മുടെ വീട്ടിനകത്താണ്. It's a reality. എത്ര ഡിവോഴ്സ് കേസസ് നടക്കുന്നത് നമ്മൾ അതിനെ പറ്റി ആലോചിക്കുന്നില്ല. വൈ? റൈറ്റ്? നമ്മുടെ ഈ സ്വധർമ്മത്തിൽ നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല. നമുക്ക് പഠിപ്പിച്ചു തരുന്നില്ല. ശാന്തസ്വരൂപം, പ്രേമസ്വരൂപം, ആനന്ദസ്വരൂപം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ചെറിയൊരു ഹോംവർക്ക് തരാം. റൈറ്റ്? നിങ്ങൾ ഒരുമിച്ച് ഞാനും ചെയ്യും. ഫോർ ദ നെക്സ്റ്റ് 24 hours, 24 മണിക്കൂർ എന്ത് സിറ്റുവേഷൻ വന്നാൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ പാടില്ല. പെട്ടെന്നാണ് റിയാക്ട് ചെയ്യുന്നത്. ഹസ്ബൻഡ്, വൈഫ്, കുട്ടികൾ, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, പ്രിൻസിപ്പൽ, അത്ര കൂടുതൽ ഹാർട്ടിൽ ലോഡ് വരുന്നത്. പ്ലീസ് ഇൻക്രീസ് യുവർ റിയാക്ഷൻ ടൈം ആൻഡ് ലേൺ ടു റെസ്പോണ്ട് ചെയ്യാൻ പഠിക്കണം. എത്ര പേർക്ക് 1st January 2025 ഹാപ്പി ന്യൂ ഇയർ ആവണമെന്ന് ആഗ്രഹമുണ്ട്? അതൊന്ന് കൈ പൊക്കാട്ടെ. ഓ ചേച്ചി കൈ പൊക്ക്.
ഫ്രണ്ട്ലി ഇരുന്നോണ്ട് ചോദിക്കണേ. അപ്പോൾ ഒരു കാര്യം ചെയ്യും, എന്ന് മുതൽ 31 ഡിസംബർ 2024 ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. വീട്ടിലെ എല്ലാ ആൾക്കാർക്ക് നമ്മൾ തീരെ ദേഷ്യപ്പെടാൻ പാടില്ല. ഡോണ്ട് ഗെറ്റ് ആംഗ്രി. നാട്ടുകാർക്ക് ദേഷ്യമൊന്നും വരാനില്ലല്ലോ. ഒന്ന് പറയുന്നത് ദേഷ്യം വരാറുണ്ടോ? വെരി ഗുഡ്. ഗിവ് മി ഇമെയിൽ ഐ ഡി ആൻഡ് ഫോൺ നമ്പർ. വെരി ഗുഡ്. ആങ്കർ, ANGER. എപ്പോഴും ആങ്കർ വന്നിട്ടുണ്ടെങ്കിൽ ആ എന്റെ മുമ്പിൽ പുട്ടൻ ആൽഫബറ്റ് D. അപ്പൊ ആങ്കറിന്റെ മുമ്പിൽ D ഇട്ടാൽ എന്ത് സംഭവിക്കും? I asked my students in Mumbai, बच्चों एंगर के सामने D लगाने से क्या होता है? ഒരു കുട്ടി അടിച്ചു പറഞ്ഞു, സർ एंगर के सामने D से डैंगर होता है. डैंगर नहीं, डेंजर है, डेंजर. Be light, feel light. മൂന്നാമത്തെ ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്, see light. See light. അപ്പം ഈ ആത്മ പവർ സ്റ്റേഷൻ ആണ്, ഊർജ, സോഴ്സ് ഓഫ് പവർ. നമ്മൾ കുറെ ഡാമിൽ പോകാറുണ്ട്. അത് ഇടുക്കി ഡാം ആയാലും ശരി, തെഹരി ഡാം. അപ്പൊ ഈ ഡാമിൽ പവർ എങ്ങനെ കിട്ടുന്ന അറിയോ? വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നാൽ അതിന് പവർ ഇല്ല. വെള്ളത്തിന് ഹൈറ്റ് കൊടുക്കണം. ഹൈറ്റ് കൊടുത്തിട്ട് അവിടെ വിടണം. ആ വെള്ളം വളരെ സ്പീഡിൽ വരും, ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും, പവർ കിട്ടും. ടെഹരി ഡാം, അപ്പർ ടെഹരി, ലോവർ ടെഹരി, രണ്ട് ടർബൈൻ റൊട്ടേറ്റ് ചെയ്തിട്ട് എത്ര പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അറിയോ? ഇറ്റ് ഈസ് 2400 മെഗാവാട്ട് പെർ യൂണിറ്റ് പെർ ഇയർ, മന്ത്, വീക്ക്. ഇത് നോക്കി പഠിപ്പിക്കണമല്ലോ. യൂണിറ്റ് പറ. 2400 മെഗാവാട്ട് പെർ എന്ത്? പെർ സെക്കൻഡ്. വെള്ളം അടിച്ചു 2400 മെഗാവാട്ട്. ഞാനവിടെ പോയിട്ട് അടുത്ത എഞ്ചിനീയേഴ്സ് ആണ് പറഞ്ഞത്. അതേമാതിരി മനസ്സ് ഇവിടെ തന്നെ അലിഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് ശക്തി കിട്ടൂല. നമ്മൾ തളർന്നു പോകരുത്. നമ്മൾ തളർന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളും പേരക്കുട്ടികളും തളർന്നു പോകും. ക്വാണ്ടം മെക്കാനിക്സ് ആണ് നമ്മുടെ ഡിസ്റ്റർബൻസ്. നിങ്ങളുടെ കുട്ടികൾ ദുബായിലായാലും ശരി, ലണ്ടനിലായാലും ശരി, കാനഡയിലായാലും ശരി, എമോഷൻസ് വിൽ ട്രാൻസ്ഫർ ദം. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ, ഈ പവർ സ്റ്റേഷനെ ഇത് കൂട്ടി നമ്മുടെ മനസ്സിനെ മുകളിലോട്ടേക്ക് കൊണ്ടുപോകണം. ആ സ്രോതത്തിനെ കണക്ട് ചെയ്യണം. എല്ലാ ആത്മകളുടെ അച്ഛനാണ് പരമജ്യോതി. അവിടെയാണ് ഇത് കാണിക്കുന്നത്. അതുകൊണ്ട് ബ്രഹ്മകുമാരീസിൽ യാതൊരു ഗുരു സാധ്യ ഒന്നുമില്ല. നമ്മളെല്ലാവരും സ്റ്റുഡൻസ് ആണ്. ബ്രഹ്മ ബാബ ഒരു ഫൗണ്ടർ ഫാദർ ആണ്. 1936 ആ പരമജ്യോതി അവർക്കൊരു സാക്ഷാത്കാരം കാണിച്ചു. പഴയ ലോകം ചേഞ്ച് ആണ്, പുതിയ ലോകം വരുവാണ്. ഇവര് നമ്മുടെ ഗുരു എന്നല്ല, സദ്ഗുരു പരമജ്യോതിയാണ്. പരമജ്യോതി അക്സെപ്റ്റഡ് ബൈ ഓൾ റിലീജിയൻസ്. ഹിന്ദു ധർമ്മം ശിവലിംഗമായിട്ട് കാണുന്നത്. ശിവലിംഗം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ 3 ലക്കീർ നടുക്കൊരു ജ്യോതിയാണ്. സത്യം, ശിവം സുന്ദരമാണ്, മംഗൾക്കാരിയാണ്. ഗുരുനാനക് എന്താ പറയുന്നത്? സത് നാം ഓംകാർ. ജീസസ് ക്രൈസ്റ്റ് എന്താ പറയുന്നത്? ഗോഡ് ഇസ് ലവ്, ഗോഡ് ഇസ് ലൈറ്റ്. हमारे इस्लामिक भाई बहन क्या कहते हैं? अल्लाह एक नूर है. नूर मीन्स അമ്മ പറയാറുണ്ട്, കുട്ടി എൻ്റെ കണ്ണിന്റെ നൂറാണ്, പ്രകാശം, ജ്യോതി. 8th സ്റ്റാൻഡേർഡ് ഫിസിക്സ്, എനർജി ഫ്ലോസ്. ആ മനസ്സിനെ കുറച്ച് മുകളിലോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ട്രെയിനിങ് നമ്മൾ എടുത്തേ പറ്റൂ. യു ഹാവ് നോ അതർ ചോയ്സ്. ആൻഡ് ഐ ആം സോ ഹാപ്പി. 140 രാജ്യങ്ങളിലെ കാട്ടി മുകളിൽ നമ്മൾ ഈ എനർജിനെ പറ്റിയാണ് പഠിപ്പിക്കുന്നത്. നമ്മുടെ ഈ സെക്യൂരിറ്റി സർവീസ് വഴി 2 മാസം മുമ്പ് ചൈന പോയായിരുന്നു. റൈറ്റ്? ചൈനയുടെ ഹോങ്കോങ്ങിൽ നമ്മുടെ 2 സെന്റേഴ്സ് ഉണ്ട്, ബീജിംഗിൽ 2 സെന്റേഴ്സ് ഉണ്ട്, ഗോൺസാവിൽ ഒരു സെന്റർ ഉണ്ട്. റൈറ്റ്? ഇനി നെക്സ്റ്റ് ട്രിപ്പ് ഇന്റർനാഷണൽ യോഗ ഡേയിൽ നമ്മൾ പോകുന്ന റഷ്യയിലാണ്. റഷ്യയിലേക്ക് അബൌട്ട് മോർ ദാൻ 50 സെന്റേഴ്സ്. അതിന്റെ കുറച്ച് ദൃശ്യങ്ങൾ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടു. ദ ഹോൾ വേൾഡ്. റഷ്യയിലെ സെന്റർ ഉണ്ട്, നമ്മുടെ യുക്രൈനിലെ സെന്റർ ഉണ്ട്, ഹോങ്കോങ്ങിലെ സെന്റർ ഉണ്ട്, ബീജിംഗിലെ സെന്റർ ഉണ്ട്, തായ്വാനിലെ സെന്റർ ഉണ്ട്, പാലസ്റ്റീനിലെ സെന്റർ ഉണ്ട്, ഇസ്രയേലിലെ സെന്റർ ഉണ്ട്. We work with the United Nations because we are speaking about energy. We are not speaking about matter. ആ പരമജ്യോതിനെ ഇപ്പം നമ്മുടെ പ്രിയാബേൻ ഈ പ്രോഗ്രാം കഴിച്ച ഒരു 5 മിനിറ്റ് നിങ്ങൾ മെഡിറ്റേഷനിലേക്ക് എത്തിക്കും. സോ ഫസ്റ്റ് 3 is theory, last 2 is practical. Be light, എല്ലാവരും പറ. Be light, feel light, see light. നാലാമത്തെ അത് വളരെ ഇമ്പോർട്ടൻ്റ്, ഈറ്റ് ലൈറ്റ്. എൻ്റെ എന്തൊരു സന്തോഷം. നിങ്ങൾക്ക് വേണ്ടി നല്ല ഭക്ഷണം നമ്മുടെ രാവിലെ മുതൽ ഇന്നലെ മുതൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ സ്നേഹത്തോട് നിന്നുള്ള ഭക്ഷണം കഴിച്ചു പോകണം. പക്ഷെ ഒരു റിക്വസ്റ്റാണ്, നമ്മുടെ ഈ ശരീരത്തിന് വാസ്തു, ശരീരത്തിന് ഊർജ്ജം നന്നാക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ 2 കാര്യം നിങ്ങൾ ചെയ്യണം. ഒരു സിമ്പിൾ റിക്വസ്റ്റ് ആണ്, ഇറ്റ്സ് നോട്ട് കമ്പൽസറി, ദാറ്റ്സ് യുവർ ചോയ്സ്. ആദ്യത്തെ കാര്യം, ഇപ്പം ഗ്ലോബൽ വാർമിങ്ങിനെ നിങ്ങൾ രക്ഷിക്കാൻ നിങ്ങൾ മനസ്സുണ്ടെങ്കിൽ
please avoid non-vegetarian food. The sharir is meant for pure vegetarian food. അടുത്ത പ്രാവശ്യം തൽപ്പുറമിന്റെ ടെമ്പറേച്ചർ 50 ഡിഗ്രി എത്തിയിട്ടുണ്ടെങ്കിൽ you please bring your മനസ്സ് into your dining table. ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിനടുത്ത് ആ മൃതദേഹത്തിന് കൂടുതൽ വെക്കില്ല. കുളിച്ചിട്ടാണ് എല്ലാം കഴുകിയിട്ടാണ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുക. നമ്മുടെ ഫ്രിഡ്ജിലോ നമ്മുടെ കുക്കറിൽ നമ്മുടെ വയറിൽ എന്താണ് പോകുന്നത്? And I'm quoting Intergovernmental Panel for Combating Climate Change. ഏറ്റവും കൂടുതൽ കാർബൺ ഇത് പ്രശ്നമുണ്ടെങ്കിൽ അത് നമ്മുടെ ഭക്ഷണമാണ്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് IPCC 2 പ്രാവശ്യം നോബൽ പീസ് പ്രൈസ് കിട്ടിയ ആ IPCCയുടെ റിപ്പോർട്ട് നമ്മൾ വായിക്കണം. ഈ ലോകത്തിൽ വളരെ കൂടുതൽ ക്വാളിറ്റി ആൾക്കാർ, സർ ആൽബർട്ട് ഐൻസ്റ്റീൻ, എഡിസൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, ലിയോനാർഡോ ഡാ വിൻസി, പൈത്തഗോറസ്, പ്ലാറ്റോ, ജോർജ് ബെർണാർഡ് ഷോ, ലിയോ ടോൾസ്റ്റോയ്, മാർക്ക് ട്വെയിൻ, കാർൽ ലൂയിസ്, മാർട്ടിന നവറാത്തിലോവ, മുഹമ്മദ് അലി, അമിതാഭ് ബച്ചൻ, ഡോക്ടർ APJ അബ്ദുൽ കലാം, മഹാത്മാ ഗാന്ധിജി, ശ്രീമതി ദ്രൗപദി മുർമുജി ആൻഡ് സ്വാമി ഭായ്, എല്ലാവർക്കും ഒരു കോമൺ ഫാക്ടറാണ് പ്യുവർ വെജിറ്റേറിയൻ. അത് നിങ്ങളുടെ ചോയ്സ് ആണ്. ബട്ട് അത് വളരെ ഡീപ്പായ ഒരു കാർമിക് അക്കൗണ്ടാണ്. നമ്മളൊക്കെ സോഷ്യൽ ലീഡേഴ്സാണ്. സ്നേഹം, ദയ, കരുണ. നമ്മൾ കോഴിക്കോടിൽ എല്ലാവരും അനുമോദിക്കുന്ന ഒരാളുണ്ടായിരുന്നു, സ്നേക്ക് ക്യാച്ചർ. ഒരാളായിട്ട് സ്ട്രീറ്റ് ഡോഗ്സിനൊക്കെ ഭക്ഷണം കൊടുക്കുന്നത്. അവർ മൊത്തം നാട്ടുകാരെ എപ്പം കളിയാക്കുന്നതാണ്. അവർക്ക് അനുമോദനം കിട്ടിയുള്ള സമയത്ത് അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായിരുന്നു. എൻ്റെ വീട്ടുകാരും എൻ്റെ നാട്ടുകാരെ എപ്പം പരിഹസിക്കുന്ന, ബിക്കോസ് ഞാൻ ആ പട്ടികളുടെ ഭക്ഷണം കൊടുക്കുന്ന അവർക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ഇന്ന് ബ്രഹ്മകുമാരീസ് അനുമോദിച്ചത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായി. എത്ര പേര് ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. ആ ദയാ കരുണ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എന്നെ എന്തായാലും നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് പോകണം. നാളെ മുതൽ എല്ലാ അമ്മമാരും ആരായാലും ശരി ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് വളരെ സ്നേഹത്തോടെ ഭക്ഷണം ഉണ്ടാക്കണം. ഞാൻ ദേഷ്യപ്പെടും, ഇതെന്നെ ജീവിതമാണ്, ജിന്ദഗി വളരെ ഭക്ഷണം ഉണ്ടാക്കിയിരുന്നു. എന്ത് വൈബ്രേഷൻസ് വെച്ചിട്ട് ആ ഭക്ഷണം ഉണ്ടാക്കുന്ന ആ ഭക്ഷണത്തെ ബി ലൈറ്റ്, ഫീൽ ലൈറ്റ്, സീ ലൈറ്റ്, ഈറ്റ് ലൈറ്റ്, ഡു ലൈറ്റ്. എന്തെങ്കിലും വിശേഷമായ നിസ്വാർത്ഥമായിട്ട് കർമ്മം ചെയ്യണം. ഞാൻ ഈ സൊസൈറ്റിയിൽ പല ആൾക്കാരെ കണ്ടിട്ടുണ്ട്. രക്തദാനം ചെയ്യുന്ന, ഫൽ ലഗാത്തെ, ഫൂൽ ലഗാത്തെ, കപ്പട ദാൻ കർത്തെ, ധൻ ദാൻ ദേത്തെ. പക്ഷെ ഞാൻ ഫീൽ ചെയ്യുന്ന 2 ദാനം ഈ ജ്ഞാനദീപത്തിൽ കാണുന്ന സമയം നിങ്ങൾ എല്ലാവരും വളരെ കൂടുതൽ ദാനിയാണ്. I acknowledge you, we would love to honor you. അതുകൊണ്ടാണ് വിളിച്ചത്. പക്ഷെ ജ്ഞാനദീപം സംബന്ധിച്ച് 2 ദാനം ഞാൻ കാണുന്ന ഏറ്റവും ഇതാണ്. ബിക്കോസ് എനിക്ക് ഓർമ്മയുണ്ട്, 15 വർഷം മുമ്പ് ഇങ്ങനത്തെ ഒരു സെൻറ്ററിന് വേണ്ടി, സ്ഥലത്തിന് വേണ്ടിയിട്ട് ഞാനും നമ്മുടെ എൻ്റെ അച്ഛന് കേശവൻ ഭായി കുറേ കറങ്ങി ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ട്. പക്ഷേ നമുക്ക് കിട്ടിയ ഒരു വലിയൊരു ദാനി ആത്മാവാണ് ശശിയാട്ടൻ. നമ്മുടെ SB മെഡിക്കൽസിനെ നമുക്ക് എല്ലാവർക്കും ഒന്ന് ശശിയാട്ടനും നമ്മുടെ ശാന്തലൊക്കെ വേണ്ടിയിട്ട് വളരെ സ്നേഹത്തോട് ധന്യവാദം. അവരാണ് വലിയ മനസ്സ് വെച്ചിട്ട് ഈ 15 സെൻറ്റ് സ്ഥലം നമുക്ക് ദാനം തന്നു. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ ജഗദാൻ ദേവനാണ് വലിയൊരു ദാനമാണ്. രണ്ടാമത്തെ വലിയ ദാനം ഞാൻ ഈ ജ്ഞാനദീപത്തിൽ കാണുന്നത്, നമുക്ക് സ്വാമി വിവേകാനന്ദ വലിയൊരു റോൾ മോഡലാവാം, നമുക്ക് ഡോക്ടർ കലാം വലിയൊരു റോൾ മോഡലാവാം, നമുക്ക് രത്തൻ ടാറ്റ വലിയ റോൾ മോഡലാവാം. ഈ ബ്രഹ്മകുമാരീസിൽ വരുന്ന 95% ആൾക്കാർ ഗൃഹസ്ഥത്തിൽ ഇരുന്നത് അച്ഛൻ, അമ്മ, കുട്ടികൾ എല്ലാവരും വരുന്നതാണ്. പക്ഷെ ചില ആൾക്കാർ ഈ പ്രസ്ഥാനത്തിന് വിത്തൗട്ട് എനി ചാർജസ് നിസ്വാർത്ഥമായിട്ട് സേവ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ഇവരെല്ലാ ആത്മക്കളാണ്. ഇവരൊന്ന് ജോർ ചെയ്ത് തന്നെയാണ്. ഇവരെല്ലാവരും ബാലബ്രഹ്മചാരിയാണ്. ഇവരടുത്ത് ചോദിച്ചാൽ ഇവർ പറയും, നമുക്ക് 2 കുട്ടികൾ, കുറച്ച് ഫാമിലി മാത്രമല്ല, ലോകം മൊത്തം ഫാമിലിയാണ്. നമ്മുടെ ബാബുഭായി കച്ച് ഗുജറാത്ത് വന്നതാണ്. കച്ച് 71 years of age. കഴിഞ്ഞ 51 years ആയിട്ട് ബാലബ്രഹ്മചാരി ആയിട്ട് ജീവിക്കുവാണ്. അവർ മൊത്തം അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവർ വളരെ പ്രശസ്തിയാണ്. പക്ഷേ ഇവരിനെ കാട്ടി കൂടുതൽ ഇവരുടെ അച്ഛനമ്മ പുത്രദാൻ ദേന, കന്യാദാൻ ദേന, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഇവരുടെ അച്ഛനമ്മക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. Be light, feel light, see light, eat light, and last is do light. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം വെച്ചിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് 2 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യാം. ഓക്കെ, ഞാൻ കുറച്ച് സമയം മുമ്പ് I had gone to Banaras. Banaras is a holy town for Hindus. അവിടെ ലാസ്റ്റ് മിനിറ്റ് നമ്മൾ അവിടെ എത്തിയിട്ട് ശരീരം വിട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ കുറേ ആൾക്കാരുടെ ഭാവങ്ങളുടെ മോക്ഷം കിട്ടും. അപ്പോൾ കുറച്ച് സമയം മുമ്പ് ഞാൻ ഇന്ത്യ ടുഡേയിലെ ഒരു മുക്തിധാം ഒരു ആശ്രമത്തിലെ റിപ്പോർട്ട് വായിച്ചായിരുന്നു.
2-3 മാസം മുമ്പ് ഞാൻ ബനാറസിൽ പോയായിരുന്നു. അപ്പം ബനാറസിലെ മുക്തിധാമത്തിനെ പറ്റി ഞാൻ മനസ്സിലാക്കി. അവിടുത്തെ ആശ്രമത്തിന് ആൾക്കാർ വളരെ സ്നേഹമുള്ള ആൾക്കാരാണ്. അപ്പോൾ കുറേ ആൾക്കാർ ക്യാൻസർ പേഷ്യൻസ്, ടെർമിനലി ഇൽ പേഷ്യൻസ്, പാലിയേറ്റീവ് കെയർ, പിന്നെ വൃദ്ധാവസ്ഥയിലെ ആൾക്കാർ അവിടെ വരിക. ആശ്രമത്തിൽ വന്നിട്ട് ശരീരം ഉപേക്ഷിക്കണം, മോക്ഷം കിട്ടും. അപ്പോൾ ഇവിടുത്തെ ഈ ആശ്രമത്തിന് ആൾക്കാർ വളരെ സ്നേഹത്തോട്, അതിനെ കുട്ടികൾ അത്ര സ്നേഹം കൊടുക്കാത്ത ആൾക്കാരുണ്ട്. ബിക്കോസ് ഏത് സമയത്ത് അന്തിമ സമയമായിരിക്കും. അപ്പം കുറേ ആൾക്കാർ കൂടാൻ തുടങ്ങി. അപ്പോൾ ഇത്ര ആൾക്കാർ വരുമ്പോൾ അവർക്ക് ലിമിറ്റഡ് കപ്പാസിറ്റിയാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് എന്താ ചെയ്യുക? അപ്പോൾ ഒരു കണ്ടീഷൻ വെച്ചു, നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നിട്ട് ലാസ്റ്റ് സമയം ആത്മാവിന്റെ ശരീരം വിടാൻ വേണ്ടിയിട്ട് ഹാർദിക് സ്വാഗതമാണ്. പക്ഷെ ഒരു കണ്ടീഷനാണ്, ഒരാഴ്ചത്തിനടുക്കം നിങ്ങൾ മുകളിലോട്ടേക്ക് പോകണം, അല്ലെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു പോകും. ഇതെന്താ ചെയ്യണ്ടേ? ഒരു വഴിയില്ല. അപ്പോൾ ആൾക്കാരോട് വരും. ലാസ്റ്റ് സ്റ്റേജിൽ ഡോക്ടേഴ്സ് പറഞ്ഞ് 24 മണിക്കൂർ അവർ മാത്രം അവിടെ വരില്ലൂ. അവിടെ വരും. 1 ദിവസമായി, 2 ദിവസമായി, 3 ദിവസം മുകളിലോട്ടേക്ക് പോകുന്നില്ല. അപ്പോൾ ഭയങ്കര BP കൂടും. എൻ്റെ അമ്മേ, ഇനി 3-4 ദിവസം ബാക്കിയുള്ളൂ, ഇവിടുന്ന് പോയിട്ട് ഇവിടെ മോക്ഷം പെടും, ഇനി വീണ്ടും വീട്ടിലേക്ക് പോകേണ്ടി വരും. കുട്ടികൾക്കും വിഷമം, നമുക്ക് വിഷമം. ഒരു ആശ്രമത്തിന് ആൾക്കാർ അവരുടെ അടുത്ത് വളരെ സ്നേഹത്തോടെ ഇരിക്കും. ऊपर जाना है, हाँ जाना है, लेकिन जा नहीं रहे, कैन बी हेल्प यू, मदद करो, यस मदद करो. അപ്പോൾ വളരെ സ്നേഹത്തോടെ ഇരുന്നിട്ട് ചോദിക്കും, ഈ ജന്മത്തിൽ ആരെങ്കിലും നിങ്ങൾ ദുഃഖം തന്നിട്ടുണ്ടോ? ആ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ദുഃഖം തന്നിട്ടുണ്ടോ? വളരെ സ്നേഹത്തോട് പറഞ്ഞു, ऊपर अगर जाना है ना, तो जो भी लोग ने आपको दुख दिया है, അവരെ മാപ്പ് കൊടുക്കും. പിന്നെ മെല്ലെ അവർ ചോദിക്കും, കുറെ ആൾക്കാർ ദുഃഖം തന്നിട്ടുണ്ടല്ലോ? യെസ് യെസ്. നിങ്ങൾ ഈ ജന്മത്തിൽ ആർക്കെങ്കിലും ദുഃഖം കൊടുത്തിട്ടുണ്ടോ? ആ, അതും കുറേ പേരുണ്ട് എന്നൊരു കാര്യം അതിനിട്ട് മാപ്പ് ചോദിക്കും. പിന്നെ ആശ്രമത്തിന് ആള് സൈഡിലിരിക്കും, മെല്ലനെ കണ്ണടക്കും, അവർക്കൊരു കമൻട്രി പറഞ്ഞു കൊടുക്കും. പിറ്റേ ദിവസം രാവിലെ അടിച്ചിട്ട് അവർ വന്ന് നോക്കിയാൽ അവർ പോകും. ഞാൻ ഈ പ്രാവശ്യം ഇന്റർനാഷണൽ യോഗ ഡേയിൽ ഞാൻ പ്രോഗ്രാം ചെയ്ത സദൻ നേവൽ കമാൻഡാണ്. 4 പ്രോഗ്രാം വെച്ചു. ചോട്ടാ അഗ്നിവീർ ഉണ്ടായിരുന്നു, ഓഫീസേഴ്സ് ഉണ്ട്, ഫാമിലി മെമ്പേഴ്സ്. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആസനം എന്തായിരുന്നു അറിയോ? ഒന്ന് ഗസി, ശവാസനം. കിतना अच्छा आसन है, ये आसन में हमको लिटाते रहो. നിങ്ങൾ സ്പിരിച്വാലിറ്റി മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലെന്ന് അറിയില്ല. ഒരു ദിവസം നിങ്ങളും ഞാനും ആ അന്തിമാസങ്ങളിൽ കടക്കേണ്ടി വരും. ശവാസനം മാറ്റർ, അതൊന്നെങ്കിൽ ദഹിപ്പിക്കണം, അല്ലെങ്കിൽ കത്തിക്കണം. ആ ആത്മാവ് ശരീരം വിടുന്ന ഒരു അവസ്ഥ നിങ്ങൾ ആ ദിവസം നമുക്ക് എല്ലാവർക്കും അനുഭവം ചെയ്യും. പക്ഷേ spirituality is preparing ourselves for that wonderful journey. So I welcome all of you to this beautiful journey of meditation. നമുക്കിപ്പം പ്രിയാരെ വളരെ സ്നേഹത്തോടെ ഒരു കുറച്ച് സമയം, പുതിയ സമയം എടുക്കില്ല, ആ മനസ്സിന് എങ്ങനെയാണ് നമ്മൾ ഒരു റൂട്ടീൻ കൊടുക്കേണ്ടത് അത് സിമ്പിൾ പ്രാക്ടീസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ചത്തെ കോഴ്സാണ്. നമ്മൾ ജ്ഞാനദീപത്തിൽ വന്നിട്ട് സൗജന്യമായിട്ട് നമ്മുടെ സൗമ്യാബേൻ, രഞ്ജിത് ഭായിക്ക് അവരുടെ സ്നേഹത്തോട് നിങ്ങൾക്ക് ഈ മെഡിറ്റേഷൻ പഠിപ്പിച്ചു തരും. So it's a great pleasure and honor to honor all of you, to welcome all of you. Thank you very much. Om Shanti. Namaskar.